വെൽക്കം ബാക്ക് ഡിയേഴ്സ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫംഗ്ഷൻസിനെ പറ്റിയിട്ടാണ്. നമ്മളിപ്പോൾ റിലേഷൻസ് പഠിച്ചു, അതിൻ്റെ മുന്നേ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് പഠിച്ചു. അപ്പോൾ എന്തായിരുന്നു ഈ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൻ്റെ ഒരു സബ്സെറ്റ് ആയിരുന്നു റിലേഷൻസ് അല്ലേ. അപ്പോൾ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഫംഗ്ഷൻസ് റിലേഷൻസ് തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്, അതുകൊണ്ടാണല്ലോ നമ്മൾ റിലേഷൻ കഴിഞ്ഞിട്ട് ഫംഗ്ഷൻ പഠിക്കുന്നത്. അപ്പോൾ ഈ എല്ലാ റിലേഷൻസും ഫംഗ്ഷൻസ് അല്ല. അപ്പോൾ ഈ റിലേഷൻസിൽ തന്നെ ചില സംഭവങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് അത് എന്താവുള്ളൂ, ഫംഗ്ഷൻ ആവുള്ളൂ. അപ്പോൾ ഞാനൊരു ആരോ ഡയഗ്രാം വരയ്ക്കാം. നമ്മൾ റിലേഷൻ സാധാരണ ആരോ ഡയഗ്രാം വെച്ചിട്ടാണല്ലോ പറയാം. അപ്പോൾ ഒരു ആരോ ഡയഗ്രാം വരച്ചിട്ട് അത് ഫംഗ്ഷൻ ആണോ അല്ലയോ എന്ന് പറയാം. അപ്പോൾ ഞാനിവിടെ ഒരു ആരോ ഡയഗ്രാം വരയ്ക്കുകയാണ്. എൻ്റെ ആരോ ഡയഗ്രാമിൽ എ ബി ആണുള്ളത്, 2 സെറ്റാണുള്ളത്. അതിൽ ഫസ്റ്റ് സെറ്റിലുള്ള എലമെൻറ്റ്സ് 1 2 3. ഇതാണ് ഫസ്റ്റ് സെറ്റിലുള്ള എലമെൻറ്റ്സ്. രണ്ടാമത്തെ സെറ്റിൽ ഞാനൊരു സ്മോൾ ലെറ്റർ എ ബി സി കൊടുത്തേ. ഇനി ഇത് റിലേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം. റിലേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഒരു റിലേഷൻ വരയ്ക്കാം. 1 റിലേറ്റഡ് ടു എ ആണ്, 2 റിലേറ്റഡ് ടു ബി ആണ്, അതേപോലെ ഓക്കെ ഇത്ര മതി. ഇതാണ് എൻ്റെ റിലേഷൻ. അപ്പോൾ ഇവിടെ ഞാൻ ഇതിൻ്റെ റോസ്റ്റർ ഫോം എഴുതി കഴിഞ്ഞാൽ എന്താ വരിക? 1 റിലേറ്റഡ് ടു എ ആണ്, പിന്നെ എന്ത് വരും? 2 റിലേറ്റഡ് ടു ബി യു ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം കിട്ടി. ഇവിടെ ഇത് ഫംഗ്ഷൻ ആണ്. ഇതെന്തുകൊണ്ട് ഇത് ഫംഗ്ഷൻ ആണ്? കാരണം ഞാൻ ഒരു എലമെൻ്റ് എടുത്തു, ഫസ്റ്റ് സെറ്റിൽ ഒരു എലമെൻ്റ് എടുത്തു. ആ ഒരു എലമെൻറ്റിന് ഒറ്റ ഇമേജേ ഉള്ളൂ. ഇതൊരു യുണീക്ക് ഇമേജ് ആണുള്ളത്. അപ്പോൾ യുണീക്ക് ഇമേജ് ആകുമ്പോഴാണ് എന്ത് പറയുക? ഇത് ഈ റിലേഷൻ ഒരു ഫംഗ്ഷൻ ആണെന്ന് പറയാം. അപ്പോൾ ഇവിടെ 2 ഞാൻ എടുത്തു. 2 നോക്കൂ, 2ന് ഒറ്റ ഇമേജേ ഉള്ളൂ. അപ്പോൾ ഒരു റിലേഷൻ ഫംഗ്ഷൻ ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫസ്റ്റത്തെ എലമെൻറ്റിന് ഒറ്റ ഇമേജേ ഉണ്ടാവാൻ പാടുള്ളൂ. എവിടെ? രണ്ടാമത്തെ സെറ്റിൽ. അങ്ങനെയാണെങ്കിൽ അത് ഫംഗ്ഷനായി. ഇനി സപ്പോസ് നിങ്ങൾ വിചാരിക്കുക, ഞാൻ കൊടുക്കുകയാണ്, ഈ 2ന് ഞാനൊരു സിയും കൂടെ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ അപ്പോൾ എന്ത് വരും? ഓക്കെ, ഈ 2നെ ഞാൻ റിലേറ്റഡ് ടു സിയും കൂടെ കൊടുത്തു. അപ്പോൾ ഈ 2ന് എത്ര ഇമേജായി? 2ന് 2 ഇമേജായി. 2 ബിയും 2 സിയും വന്നു. അങ്ങനെയാണെങ്കിൽ ഈ റിലേഷൻ എന്താ വരിക? 1 റിലേറ്റഡ് ടു 1 എ വരും, പിന്നെ എന്ത് വരും? 2 ബിയും ഉണ്ട്, 2 സിയും ഉണ്ട് അല്ലേ. അപ്പോൾ നോക്കൂ, ഈ 2ന് എത്ര ഇമേജായി? ഈ 2ന് 2 ഇമേജ് ആയില്ലേ. അപ്പോൾ എന്തായി? അത് ഫംഗ്ഷൻ അല്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫംഗ്ഷൻ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ ഒരു റിലേഷൻ തന്നു കഴിഞ്ഞാൽ അത് ഫംഗ്ഷൻ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാമെന്ന് മനസ്സിലായല്ലോ. ഇങ്ങനെയാണ് ചെയ്യുക കാര്യങ്ങൾ. ഇനി നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് നോക്കൂ. എ റിലേഷൻ എഫ് ഫ്രം എ സെറ്റ് എ ടു എ സെറ്റ് ബി is said to be a function if every element of set A has one and only one image in set B. One and only one എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുണീക്ക്. one and only one എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുണീക്ക് ഇമേജ് ഇൻ സെറ്റ് ബി ഉണ്ടാവാൻ പാടുള്ളൂ. ഇനി if f is a function from A to B and A, B belongs to F, then f of A is equal to f of B, where B is called the image of A under F. Okay, ഇതിനാണ് എന്ത് പറയുക? ഇമേജ് ഓഫ് A under F. അതേപോലെ പ്രീ ഇമേജ് ഓഫ് B under F. മനസ്സിലായോ? അപ്പോൾ പ്രീ ഇമേജും നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ പ്രീ ഇമേജ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷൻസിനെയാണ് നമ്മൾ പറയുക. പ്രീ ഇമേജ് എന്തുകൊണ്ടാണ് ഫംഗ്ഷൻസിന് പറയുക? കാരണം ഒരു എലമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ ആ എലമെൻറ്റിനെ ഒരു യുണീക്ക് ഇമേജാണ് ഉണ്ടാവുക. അപ്പോൾ ആ ഇമേജിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒറ്റ പ്രീ ഇമേജേ ഉണ്ടാവുള്ളൂ. നമ്മൾ നേരത്തെ പഠിച്ചു, നമ്മൾ റിലേഷൻസ് പഠിച്ചപ്പോൾ ഇമേജ് പറഞ്ഞു, അതേപോലെ ഡൊമെയിൻ പറഞ്ഞു, കോഡൊമെയിൻ ഒക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പ്രീ ഇമേജിൻ്റെ ഒരു കാര്യം പറഞ്ഞില്ലേ, ആ പ്രീ ഇമേജിൽ ഇവിടെ നമ്മൾ ഓർഡേർഡ് പെയർസിൽ ഈ രണ്ടാമത്തേനെയായിരുന്നു നമ്മൾ എന്ത് പറഞ്ഞത്? നമ്മൾ ഇമേജ് എന്ന് പറഞ്ഞത്. അതിൻ്റെ മുമ്പ് എഴുതുന്ന ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? പ്രീ ഇമേജ് എന്ന് പറയുക. കാരണം ഫംഗ്ഷനിൽ ഞാൻ ഒരു എലമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന് ഒരു യുണീക്ക് ഇമേജ് ആണല്ലോ ഉണ്ടാവുക. അപ്പോൾ ആ ഇമേജിന് കറസ്പോണ്ടിങ്ങിലി ഒറ്റ പ്രീ ഇമേജ് എവിടെ ഉണ്ടാവുള്ളൂ? നമ്മൾ ആദ്യത്തെ സെറ്റിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനെന്ത് പറയും? ഇവിടത്തേനെ നമ്മൾ ഇമേജ് ഓഫ് എ അണ്ടർ എഫ് എന്ന് പറയും. ഇതേപോലെ ഇവിടെ പ്രീ ഇമേജ് ഓഫ് ബി അണ്ടർ എഫ് എന്ന് പറയും. അപ്പോൾ ഇവിടെ എ ബി ആണ് നമ്മളെ എലമെൻ്റ് എന്ന് വിചാരിക്കുക. അപ്പോൾ ബി ആണ് എന്ത്? ബി ആണ് ഇമേജ്, എ ആണ് എന്ത്? എ ആണ് നമ്മളെ പ്രീ ഇമേജ്. Okay, A is called the pre-image of B and B is called the image of A under F. Okay, ഇങ്ങനെയാണ് വരിക. നെക്സ്റ്റ് ഇതിൻ്റെ ഇങ്ങനെയാണ് നമ്മൾ എഴുതുക കേട്ടോ. നമ്മൾ ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി എന്ന് ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക. ദിസ് ഈസ് ഹൗ വി ഡിനോട്ട് ഫംഗ്ഷൻ. അപ്പോൾ എഫ് എഴുതിയിട്ടുണ്ട്. എഫ് ഫ്രം ഫസ്റ്റ് സെറ്റ് എ ആണ്, അതേപോലെ രണ്ടാമത്തെ സെറ്റ് ബി ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഫ്രം എ ഒരു ആരോ ഇടുക ബി. ഇങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക ഫംഗ്ഷന്. ഇനി നെക്സ്റ്റ് എന്താണുള്ളത്? നെക്സ്റ്റ് നോക്കൂ. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. ലെറ്റ് n be a set of natural numbers and the relation R be defined on n such that x, y is equal to x, y such that y is equal to 2x and x, y belongs to n. അപ്പോൾ ഇവിടെ ഡൊമെയിൻ, കോഡൊമെയിൻ, റേഞ്ച് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ,
അപ്പോൾ സിമ്പിളായിട്ട് പറയാമല്ലോ അല്ലേ, നമ്മൾക്കറിയാം എന്താണ് കോഡൊമെയിൻ അല്ലെങ്കിൽ എന്താണ് റേഞ്ച്, എന്താണ് ഡൊമെയിൻ എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു. ഇവിടെ y = 2x ആണ്. പിന്നെ എന്താണുള്ളത്, n എന്നുള്ളത് എന്തായിരുന്നു, സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിൽ എങ്ങനെ എഴുതുക, എലമെൻറ്റ്സ് എങ്ങനെയാണ് വരിക, റോസ്റ്റർ ഫോമിൽ എഴുതുകയാണെങ്കിൽ r എങ്ങനെ വരും, r will be x, y എന്നുള്ള ഫോമിലായിരിക്കും. അപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് എന്തായിരുന്നു, എക്സ് ഞാൻ n അല്ല എടുത്തത്, അപ്പോൾ n ഞാൻ x1 വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ y = 2x ആണ്. അപ്പോൾ x ഞാൻ 1 എടുക്കുകയാണെങ്കിൽ y എന്തായിരിക്കും, 2x ആണ്. അടുത്തത് x ഞാൻ 2 എടുക്കുമ്പോൾ y എന്തായിരിക്കും, 2x ആണ്. അപ്പോൾ 2 × 2 എന്തായിരിക്കും, 4 ആയിരിക്കും. അടുത്തത് എന്താണ്, ഞാൻ 3 എടുക്കുകയാണ്, അപ്പോൾ 3 × 2 എന്തായിരിക്കും, 6 ആയിരിക്കും. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയില്ലേ. ഇതാണ് എന്ത്, നമ്മളെ റിലേഷൻ. ലെറ്റ് n be in the set of ഇങ്ങനെയാണ്. വാട്ട് ഈസ് ദ ഡൊമെയിൻ, കോഡൊമെയിൻ ആൻഡ് റേഞ്ച്. അപ്പോൾ ഇവിടെ ഡൊമെയിൻ പറഞ്ഞോളൂ. ഡൊമെയിൻ എന്താണ്, ഡൊമെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 2 3 എക്സെട്ര അല്ലേ, 1 2 3 എക്സെട്ര. ഇനി അടുത്തത് എന്താ പറഞ്ഞത്, അടുത്തത് കോഡൊമെയിൻ. കോഡൊമെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ രണ്ടാമത്തെ സെറ്റ് അതെന്തായിരുന്നു, അത് n ആയിരുന്നു അല്ലേ. എന്താ റിലേഷൻ ഓൺ n എന്നാണ് പറഞ്ഞത്, അപ്പോൾ കോഡൊമെയിൻ n ആണ്. ഇനി റേഞ്ച്, റേഞ്ച് എന്തായിരിക്കും വരിക, റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ രണ്ടാമത്തെ എലമെൻറ്റ്സ്, രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ 2 4 6 8 10 എക്സെട്ര. നമ്മൾ ഈവൻ നമ്പേഴ്സ് വരും അല്ലേ, പോസിറ്റീവ് ഈവൻ നമ്പേഴ്സ് 2 4 6 8 എക്സെട്ര. ഓക്കെ, പിന്നെന്താ പറഞ്ഞത്, ഈസ് ദിസ് റിലേഷൻ ഐ ഫംഗ്ഷൻ. അപ്പോൾ ഇത് ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള സിമ്പിൾ മെത്തേഡ് നമ്മൾ ജസ്റ്റ് ആരോ ഡയഗ്രം വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാനൊരു ആരോ ഡയഗ്രം വരച്ച് നോക്കുകയാണ്. ഇവിടെ ഞാൻ ഫസ്റ്റ് സെറ്റും ഇതെൻ്റെ രണ്ടാമത്തെ സെറ്റുമാണ്. അപ്പോൾ ഇവിടെ ഫുള്ള് നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ് ആണുള്ളത് അല്ലേ, 2 3 4 എക്സെട്ര. ഇതാണ് നമ്മളെ ഫസ്റ്റ് സെറ്റ്. അടുത്ത രണ്ടാമത്തെ എന്തായിരുന്നു, 1 2 3 4 എക്സെട്ര. ഇങ്ങനെയാണ് നമുക്ക് രണ്ടാമത്തെ സെറ്റ് വരിക. അപ്പോൾ ഇതിൽ നമുക്ക് ആരോ ഡയഗ്രാം വെച്ച് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ആരോ ഡയഗ്രാം വരും, ആരോ ഡയഗ്രാം എങ്ങനെയാണ് വരിക, ആരോ ഡയഗ്രാം 1 റിലേറ്റഡ് ടു 2 അല്ലേ, 1ന് എനിക്ക് റിലേറ്റഡ് ടു 2 പറയാൻ പറ്റും. 2 എവിടെയായിരുന്നു, 2 റിലേറ്റഡ് ടു 2 റിലേറ്റഡ് ടു 4 ആണ്, 3 റിലേറ്റഡ് ടു 6 ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡബിളിലേക്കാണ് അല്ലേ മാപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 2 എടുക്കുകയാണെങ്കിൽ എന്താണ്, 2 റിലേറ്റഡ് ടു 4 ആണ്. അടുത്തത് 3 എടുക്കുകയാണെങ്കിൽ 3 റിലേറ്റഡ് ടു എന്തായിരിക്കും, ഇവിടെ 6 ആയിരിക്കും അല്ലേ, 6ലേക്കായിരിക്കും എന്ത് റിലേറ്റഡ്, 3 റിലേറ്റഡ്. അപ്പോൾ ഇത് ഫംഗ്ഷൻ ആണോ, ഫംഗ്ഷൻ ആണോ ചെക്ക് ചെയ്യാൻ എന്ത് നോക്കണം, നമ്മൾ ഫസ്റ്റ് റിലേഷനിൽ ഒരു എലമെൻറ്റ് എടുക്കുമ്പോൾ അതിനൊരു യുണീക്ക് ഇമേജ് വേണം രണ്ടാമത്തെ സെറ്റിൽ. അപ്പോൾ രണ്ടാമത്തെ സെറ്റിൽ 1 റിലേറ്റഡ് ടു 2 സിംഗിൾ ഇമേജ്, 2 എടുക്കുകയാണെങ്കിൽ 2 റിലേറ്റഡ് ടു 4 സിംഗിൾ ഇമേജ്, 3 എടുക്കുകയാണെങ്കിൽ 3 റിലേറ്റഡ് ടു 6 സിംഗിൾ ഇമേജ്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഏതൊരെണ്ണം ഈ നാച്ചുറൽ നമ്പേഴ്സിൽ ഏതെടുത്ത് കഴിഞ്ഞാലും അതിൻ്റെ ഡബിൾ എന്നുള്ളത് ഒരു സിംഗിൾ ഇമേജ് അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ദിസ് ഇസ് എ റിലേഷൻ എന്ന് പറയാൻ പറ്റും. അപ്പോൾ എന്തായി, നമുക്ക് കിട്ടി, ദിസ് ഇസ് എ റിലേഷൻ. ഈസ് ദിസ് റിലേഷൻ എ ഫംഗ്ഷൻ, യെസ് ദിസ് ഇസ് എ ഫംഗ്ഷൻ. അപ്പോൾ കിട്ടി, യെസ് എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. നെക്സ്റ്റ് എന്താണ്, എക്സാമിൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് റിലേഷൻസ് ഗിവൺ ബിലോ ആൻഡ് സ്റ്റേറ്റ് ഇൻ ഈച്ച് കേസ്. ഇത് ഫംഗ്ഷൻ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. നമുക്ക് ഈ 3 എണ്ണം തന്നിട്ടുണ്ട്, ഇത് ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ എന്തായിരുന്നു നമ്മൾ ചെയ്യേണ്ടത്, നമുക്കൊരു യുണീക്ക് ഇമേജ് വേണമല്ലേ. അപ്പോൾ നമുക്കൊരു ഫസ്റ്റത്തെ ഒരു എത്ര ഓർഡർഡ് പെയർസ് ആണുള്ളത് അതെല്ലാം അനലൈസ് ചെയ്യുക. എന്നിട്ട് ഒരു ഓർഡർഡ് പെയർ എടുക്കുക, അതിൽ ഫസ്റ്റത്തെ എലമെൻറ്റിന് ഒരു ഇമേജ് ആണോ എന്ന് നോക്കുക. അതേപോലെ നമ്മൾ ഏത് ഫസ്റ്റത്തെ എലമെൻ്റ് എടുത്ത് കഴിഞ്ഞാലും അതിനെ ഒരു എന്തായിരിക്കണം, ഒരു യുണീക്ക് ഇമേജ് കിട്ടണം. അപ്പോൾ അത്രയും ചെക്ക് ചെയ്താൽ മതി. ഇവിടെ 2 1 ആണ്, 2 1, പിന്നെ 3 1 4 2. അപ്പോൾ ഇത് ഫംഗ്ഷൻ ആണ് അല്ലേ, കാരണം എന്താണ്, 2ന് ഒറ്റ ഇമേജ്, 3ന് ഒറ്റ ഇമേജ്, 4ന് ഒറ്റ ഇമേജ്. പക്ഷേ ഇവിടെ ശ്രദ്ധിച്ച് നോക്കൂ, ഇവിടെ ഈ 1ന് പ്രീ ഇമേജ് 2 എണ്ണം ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് പറയാൻ പറ്റും, 1ന് പ്രീ ഇമേജ് 2 എണ്ണം ഉണ്ട്. ആൻഡ് ഇതും ഫംഗ്ഷനാണ്, മനസ്സിലായോ. ഇത് നമ്മൾ ഇനി പഠിക്കും, ഇതിന് നമ്മൾ ഓൺ ടു ഫംഗ്ഷൻസും 1 ഫംഗ്ഷൻസും ഒക്കെ പഠിക്കും. അപ്പോൾ നമ്മളിത് മനസ്സിലാക്കി പഠിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ 2 പ്രീ ഇമേജ് ഉണ്ട്. ഇവിടെ 2ന് ഒരു ഇമേജ് ആണുള്ളത്, 3ന് ഒരു ഇമേജ് ആണുള്ളത്. പക്ഷെ 1ന് എത്ര പ്രീ ഇമേജ് ഉണ്ട്, 2 പ്രീ ഇമേജ് ഉണ്ട്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇത് ഫംഗ്ഷനാണ്, കാരണം എന്താണ്, നമ്മൾ 2 കൺസിഡർ ചെയ്യുമ്പോൾ 2ന് ഒറ്റ ഇമേജ്, 3 എടുക്കുമ്പോൾ 3ക്ക് ഒറ്റ ഇമേജ്. അപ്പോൾ ഞാൻ ആരോ ഡയഗ്രാം വരച്ച് നോക്കുകയാണെങ്കിൽ പോലും, ഇപ്പം ഞാൻ ആരോ ഡയഗ്രാം വരയ്ക്കുക, ഇതെന്താണ് 2 3 4 അല്ലേ, 2 3 4, പിന്നെ ഉള്ളത് 1 2 1 2. അപ്പോൾ 2 റിലേറ്റഡ് ടു 1 ആണ്, 2 റിലേറ്റഡ് ടു 1 ആണ്, 3 റിലേറ്റഡ് ടു 1 ആണ്, പിന്നെന്താണ്
4 റിലേറ്റഡ് ടു 2 ആണ്. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇവിടെ ഓരോന്നിനും ഒറ്റ ഇമേജ് അല്ലേ. 2-ന് 1 എന്നുള്ള ഒറ്റ ഇമേജ്, 3-ക്ക് ഒറ്റ ഇമേജ്, 4-ന് ഒറ്റ ഇമേജ്. ഇങ്ങനെയാണെങ്കിൽ എന്തായി? ഫംഗ്ഷനായി. സോ ദിസ് ഈസ് എ ഫംഗ്ഷൻ. നെക്സ്റ്റ്, r ഈക്വൽ ടു 2,2, 2,4, 3,4, 4,4. ഇത് ഫംഗ്ഷൻ ആണോ? ഇത് ഫംഗ്ഷൻ ആണോ? അല്ല അല്ലേ. എന്തുകൊണ്ടാ? ഈ 2-ന് 2 ഇമേജ് ഉണ്ട്. 2 റിലേറ്റഡ് ടു 2 ആണ്, 2 റിലേറ്റഡ് ടു 4 ആണ്. ഫസ്റ്റ് എലമെൻറ്റിന് എത്ര ഇമേജ് ആയി? 2 ഇമേജ് ആയി. അപ്പോൾ ഇതെന്തല്ല? ഇത് ഫംഗ്ഷൻ അല്ല. അടുത്തത് r ഈക്വൽ ടു 1, 2, 2, 3, 3, 4, 4, 5, 5, 6, 6, 7. ഇത് ഫംഗ്ഷൻ ആണോ? 1 റിലേറ്റഡ് ടു 2 ആണ്, 2 എന്നുള്ളത് 3 ആണ്, 3 4 ആണ്, 4 5 ആണ്, 5 6 ആണ്, 6 7 ആണ്. ഒറ്റ ഇമേജ് അല്ലേ ഉള്ളൂ. ഈ 1-ന് ഒരു ഇമേജ്, 2-ന് ഒരു ഇമേജ്, 3-ന് ഒരു ഇമേജ്, 4-ന് ഒരു ഇമേജ്, 5-ന് ഒരു ഇമേജ്, 6-ന് ഒരു ഇമേജ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദിസ് ഈസ് ഓൾസോ എ ഫംഗ്ഷൻ ബിക്കോസ് ദിസ് ഫംഗ്ഷൻ ഹാസ് എ യുണീക്ക് ഇമേജ് അല്ലേ. എല്ലാ ഫസ്റ്റ് എലമെൻറ്റിനും എന്ത് കിട്ടി? ഒരു യുണീക്ക് ഇമേജ് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദിസ് ഈസ് എ ഫംഗ്ഷൻ എന്ന് പറയാൻ പറ്റും. നെക്സ്റ്റ്, എ ഫംഗ്ഷൻ വിച്ച് ഹാസ് ഐദർ ആർ ഓർ വൺ ഓഫ് ഇറ്റ് സബ്സെറ്റ് ആസ് ഇറ്റ്സ് റേഞ്ച് ഇസ് കോൾഡ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ. അപ്പോൾ എന്താണ് ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ? പിന്നെ അതേപോലെ തന്നെ റിയൽ ഫംഗ്ഷനും ഉണ്ട്, റിയൽ വാല്യൂഡ് ഫംഗ്ഷനും ഉണ്ട്. അപ്പോൾ റിയൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷനിൽ ഈ ഫസ്റ്റത്തെ സെറ്റും രണ്ടാമത്തെ സെറ്റും ഒന്നെങ്കിൽ റിയൽ നമ്പേഴ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ സബ്സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആയിരിക്കണം. അപ്പോഴാണ് അതിന് എന്ത് പറയുക? നമ്മൾ റിയൽ ഫംഗ്ഷൻ എന്ന് പറയാം. എഫ് ഫ്രം എ ടു ബി ആകുമ്പോൾ ഒന്നെങ്കിൽ എന്തായിരിക്കണം? എയും ബിയും ആറായിരിക്കണം, അല്ലെങ്കിൽ എന്തായിരിക്കണം? എ എന്നുള്ളത് സബ്സെറ്റ് ഓഫ് ആറായിരിക്കണം. അപ്പോൾ ഇതിനെന്ത് പറയാൻ പറ്റും? റിയൽ ഫംഗ്ഷൻ എന്ന് പറയാൻ പറ്റും. ഓക്കെ, റിയൽ ഫംഗ്ഷൻ. അടുത്തത് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ. അപ്പോൾ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഈ എഫ് ഫ്രം എ ടു ബി എഴുതുന്ന സമയത്ത് ഈ രണ്ടാമത്തെ സെറ്റില്ലേ, ഇത് രണ്ടും റിയൽ നമ്പേഴ്സോ റിയൽ നമ്പേഴ്സിൻ്റെ സബ്സെറ്റോ ആയ റിയൽ ഫംഗ്ഷൻ. ഈ രണ്ടാമത്തത് മാത്രം റിയൽ നമ്പേഴ്സോ അല്ലെങ്കിൽ റിയൽ നമ്പേഴ്സിൻ്റെ സബ്സെറ്റോ ആയിക്കഴിഞ്ഞാൽ അതെന്താണ്? അത് റിയൽ വാല്യൂഡ് ഫംഗ്ഷനാണ്. ഓക്കെ, റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ. അപ്പോൾ ഇതാണ് ഇങ്ങനെ രണ്ട് സംഭവങ്ങൾ, റിയൽ ഫംഗ്ഷനും റിയൽ വാല്യൂഡ് ഫംഗ്ഷനും. മനസ്സിലായില്ലേ? നെക്സ്റ്റ് എന്താ പഠിക്കാൻ പോകുന്നത്? നെക്സ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഈ എക്സാമ്പിൾ നോക്കൂ. ലെറ്റ് n ബി ദ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഒരു സെറ്റ് തന്നിട്ടുണ്ട്. അവിടെ ഒരു റിയൽ ഫംഗ്ഷൻ എഫ് ഡിഫൈൻ ചെയ്യണം. ആൻഡ് സച്ച് ദാറ്റ് n നോട്ട് ഈക്വൽ ടു n ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x + 1. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x + 1 എന്നുള്ളതാണ് നമ്മുടെ ഫംഗ്ഷൻ. അപ്പോൾ ഈ ഡെഫിനിഷൻ വെച്ചിട്ട് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് എഴുതിക്കൂടെ? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y ആണ് കേട്ടോ. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് നമ്മൾ എന്ത് ഇമേജിന് നമ്മൾ എഫ് ഓഫ് എക്സ് എന്നാണ് പറയുക. ഇമേജിന് നമ്മൾ സാധാരണ y എന്നാണ് പറയുക. പക്ഷേ എഫ് ഓഫ് എക്സ് ഫംഗ്ഷൻ ഫ്രം എവിടെ നിന്ന്? എയിൽ നിന്ന് ബിയിലേക്കാണ്. അപ്പോൾ ഈ എയിൽ നിന്ന് എടുക്കുന്ന എലമെൻറ്റിനെയാണ് നമ്മൾ എക്സ് എന്ന് പറയുക. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു y ആണ്. എക്സിനെ നമ്മൾ എവിടെ നിന്ന് എടുക്കും? എക്സ് ബിലോങ്സ് ടു എ എടുക്കും. അപ്പോൾ എഫ് ഫ്രം എ ടു ബി ആണെങ്കിൽ ഈ എക്സിനെ നമ്മൾ എവിടെ നിന്ന് എടുക്കും? എയിൽ നിന്ന് എടുക്കും. അപ്പോൾ എഫ് ഓഫ് എക്സ് എവിടെ കിടക്കും? എഫ് ഓഫ് എക്സ് നമ്മൾ ബിയിൽ കിടക്കും. ഓക്കെ, അപ്പോൾ ഈ എഫ് ഓഫ് എക്സിനെയാണ് എന്ത് വിളിക്കുക? y എന്ന് വിളിക്കുക. ഇനി ഇതൊക്കെ കണ്ടുപിടിക്കാം. അപ്പോൾ ഈ എക്സിനെ ഞാൻ എവിടെ നിന്ന് എടുത്തതാണ്? ഈ എക്സിനെ ഞാൻ ഫസ്റ്റ് സെറ്റിൽ നിന്ന് എടുത്തതാണ്. എൻ്റെ ഫസ്റ്റ് സെറ്റ് എന്താണ്? റിയൽ വാല്യൂഡ് ഫംഗ്ഷനാണ്. റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? നമുക്ക് സബ്സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആയിരിക്കണം അല്ലേ റേഞ്ച്. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2x + 1. അപ്പോൾ എഫ് ഓഫ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് 1 എക്സിന് 1 കൊടുക്കുക. അപ്പോൾ 2 × 1 + 1, 2 × 1 2 + 1 3. നെക്സ്റ്റ് എഫ് ഓഫ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 2 കൊടുക്കുക. അപ്പോൾ എക്സിന് 2 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? എഫ് ഓഫ് 2 ഈക്വൽ ടു 2 × 2 + 1, 2 × 2 4 + 1 5. നെക്സ്റ്റ് എഫ് ഓഫ് 3 × 2 + 1 7. നെക്സ്റ്റ് എഫ് ഓഫ് 4 × 2 + 1 9. നെക്സ്റ്റ് 5 × 2 + 1 11. അടുത്തത് 6 × 2 + 1 13. നെക്സ്റ്റ് 7 × 2 + 1 15. ഇങ്ങനെയാണ് നമുക്ക് എന്തെഴുതുക? ഇമേജസ് എഴുതുക. ഇങ്ങനെയാണ് ഇമേജ് വരിക. ഈ ഇമേജ് വെച്ചിട്ട് നമുക്ക് ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ സാധാരണ ഗ്രാഫ് വരയ്ക്കില്ലേ? നമ്മൾ ഫംഗ്ഷൻ്റെ ഗ്രാഫ് എങ്ങനെയായിരുന്നു വരയ്ക്കുക? ഫംഗ്ഷനൊക്കെ പോട്ടെ, വെറുതെ ഒരു ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ വേണം? നമുക്ക് 2 കോർഡിനേറ്റ്സ് വേണം, എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും വേണം. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് കോർഡിനേറ്റും ആയി, വൈ കോർഡിനേറ്റും ആയി. അപ്പോൾ ഇനി ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കാമല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോ ഫംഗ്ഷൻ്റെയും ഗ്രാഫ് വരയ്ക്കാൻ പറ്റും. ഇങ്ങനെ ഇമേജസ് എഴുതിയിട്ട് നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ പറ്റും. ഇനി കുറച്ച് ഫങ്ഷൻസും അതിൻ്റെ ഗ്രാഫ്സുമാണ്.
അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ പറ്റുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതേപോലെ കുറച്ച് ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസ് ഉണ്ട്, കുറച്ച് ഫംഗ്ഷൻസ് ഉണ്ട്. അത് നമുക്ക് എപ്പോഴും അതിൻ്റെ ഗ്രാഫ് അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ അതാണ് ഇനി നോക്കാൻ പോകുന്നത്. അത് നോക്കൂ, ഇത് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ആണ്. ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, y ഈക്വൽ ടു എക്സ് എന്ന് കൊടുക്കുന്നതാണ് എന്ത്, ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ. അപ്പോൾ ഫംഗ്ഷൻ എങ്ങനെയായിരുന്നു, y ഈസ് ഈക്വൽ ടു എക്സ് ആയിരിക്കും. അപ്പോൾ y ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ 0 കൊടുക്കുമ്പോൾ എക്സിന് 0 കൊടുക്കുമ്പോൾ y 0, ഇവിടെ ഞാൻ 1 കൊടുക്കുമ്പോൾ എക്സിന് 1 കൊടുക്കുമ്പോൾ എന്ത് കിട്ടി, y 1 കിട്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് 1 1 എന്നുള്ള പോയിന്റ്. അടുത്തത് ഞാൻ 1 ഇതാണ് അല്ലേ, 1 ഇതായിരുന്നു. അപ്പോൾ 1 കൊടുക്കുമ്പോൾ 1, അതേപോലെ 1, ഇത് 1 1. നെക്സ്റ്റ് 2 കൊടുക്കുമ്പോൾ എന്തായി, 2 2 കൊടുക്കും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇത് 0ൻ്റെയും 1ൻ്റെയും ഇടയ്ക്കുള്ള ഏതോ ഒരു പോയിന്റ്, ആ പോയിന്റ് കൊടുക്കുമ്പോൾ y ആക്സിസിലും അതേ പോയിന്റ് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഫംഗ്ഷൻ വരെ. ഇനി സപ്പോസ് ഞാൻ -1 ആണ് കൊടുക്കണമെങ്കിൽ എന്തായിരിക്കും, y ഈക്വൽ ടു എക്സ് അല്ലേ. അപ്പോൾ -1 ആയിരിക്കും എന്ത്, എക്സ് ഈക്വൽ ടു -1 കൊടുക്കുമ്പോൾ y -1 ആയിരിക്കണം. അപ്പോൾ ഇതായിരിക്കും നമ്മളെ ഇമേജ്. അങ്ങനെ ഞാൻ ഇതെല്ലാം കൂടെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഈ ലൈൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞാലാണ് എന്ത് കിട്ടുക, നമുക്ക് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ കിട്ടുക. ആൻഡ് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ഇസ് ഡിഫൈൻഡ് ബൈ f of x is equal to എക്സ്. സിമ്പിളാണ്, എഫ് ഓഫ് എക്സ് വൈ ആണല്ലോ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് എഴുതിയാൽ പോരെ. അതാണ് എന്ത്, നമ്മൾ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താ, നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ. ഇതാണ് നമ്മളെ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ. അപ്പോൾ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കോൺസ്റ്റൻ്റ് അല്ലേ. കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആയിട്ട് പോവുക. അതന്നെ എന്തായിരുന്നു കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേപോലെ പോവുക. ഒരാളെപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട്, അയാൾക്ക് വേറെ മാറ്റങ്ങളൊന്നും ഇല്ല എന്ന് പറയണ പോലെ ഇതൊരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനാണ്. അപ്പോൾ കോൺസ്റ്റൻ്റ് എന്താണ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കെ ആണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഒരു നമ്പർ ആയിരിക്കും, എപ്പോഴും ഒരു നമ്പർ ആയിരിക്കും. ഞാനിപ്പോൾ ഒരു എന്ത് കൊടുത്തു കഴിഞ്ഞാലും ഫംഗ്ഷന് ഡൊമൈനിൽ കുറേ എലമെൻറ്റ്സ് ഉണ്ടാവുമല്ലോ, ആ എല്ലാ ഡൊമൈനും മാപ്പ് ചെയ്യുന്നത് എന്തിലേക്കായിരിക്കും, ഒറ്റ എലമെൻറ്റിലായിരിക്കും. അപ്പോൾ അതൊരു ഫംഗ്ഷനാണ്, അതിനെയാണ് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ എന്ന് പറയുക. ഇപ്പോൾ ഞാൻ 0 എടുത്തു, 0 മാപ്പ് ചെയ്യുന്ന എവിടെയായിരിക്കും, കെ ആയിരിക്കും. ഞാൻ 1 എടുത്തു, 1 മാപ്പ് ചെയ്യുന്ന എവിടെയായിരിക്കും, കെ ആയിരിക്കും. 2 എടുത്തു, 2 മാപ്പ് ചെയ്യുന്ന എവിടെയായിരിക്കും, കെ ആയിരിക്കും. അങ്ങനെ ഞാൻ ഏതെടുത്ത് കഴിഞ്ഞാലും അതെന്താണ്, കെയിലേക്കാണ് മാപ്പ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് ഇങ്ങനെ വരും. ഇതാണ് നമ്മളെ എന്ത്, കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ എന്താണ്, നെക്സ്റ്റ് പോളിനോമിയൽ ഫംഗ്ഷൻ ആണ് കേട്ടോ. അപ്പോൾ ഈ പോളിനോമിയൽ ഫംഗ്ഷന് ഇതേപോലെ ഗ്രാഫ് എപ്പോഴും സെയിം ആയിരിക്കില്ല. പോളിനോമിയൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ പോളിനോമിയൽ എന്താണ്. പോളിനോമിയൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. പോളിനോമിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ആണ്. സച്ച് ദാറ്റ് എന്ത് വേണം, അതിലൊരു വേരിയബിൾ വേണം, പിന്നെ അതൊരു ഫൈനൈറ്റ് ആയിരിക്കണം, അതിനൊരു ഡിഗ്രി വേണം. അങ്ങനെ നമ്മൾ പോളിനോമിയൽസ് പഠിച്ചിട്ടുണ്ട്. സാധാരണ പോളിനോമിയൽസിൻ്റെ ഫോം എങ്ങനെയായിരിക്കും, a0 + a1x + a2x² + എക്സെട്ര. ഇങ്ങനെയല്ല കേട്ടോ, ഇത് ശരിക്കും a0 + a1x + a2x² + എക്സെട്ര + an(x⁴n). ഇങ്ങനെയാണ് പോളിനോമിയൽ ഉണ്ടാവുക. ഇതാണ് നമ്മളെ ജനറൽ പോളിനോമിയലിൻ്റെ ഒരു ഫോർമുലയല്ല, ഒരു എക്സ്പ്രഷൻ. അപ്പോൾ സാധാരണ ഈ ഓരോ പോളിനോമിയലിലും ഓരോ ഗ്രാഫുകളായിരിക്കും അല്ലേ. നമ്മൾ സാധാരണ എക്സ് ഈക്വൽ ടു എക്സ് എന്ന് എടുക്കുമ്പോൾ എന്താണ്, സ്ട്രെയിറ്റ് ലൈൻ ആണ്. x² എടുക്കുമ്പോൾ അതെന്തായി, പാരബോളയായി. അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ ഞാൻ x³ എടുക്കുകയാണെങ്കിൽ അതെന്തായി, നമുക്കൊരു 3D ഇമേജ് ആയി അല്ലേ. അപ്പോൾ അതേപോലെ ഈ പോളിനോമിയലിൽ നമുക്ക് ഗ്രാഫ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിന് നമുക്ക് നേരത്തെ വരച്ച പോലെ ഗ്രാഫ്, ഒരു ജനറൽ ഗ്രാഫ് വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ പോളിനോമിയലിൻ്റെ ഗ്രാഫ് ഓരോന്നിനും ഓരോ പോലെ സ്ഥിതിക്ക് ഗ്രാഫ് വേണ്ട, നമുക്കിങ്ങനെ നോക്കാം. നമുക്കിങ്ങനെ കുറേ പോളിനോമിയൽസിൻ്റെ ഗ്രാഫ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇത് ഇങ്ങനെയാണ്. അടുത്ത ടൈപ്പ് ഓഫ് ഫംഗ്ഷനാണ് പോളിനോമിയൽ ഫംഗ്ഷൻ. അപ്പോൾ ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ എപ്പോഴായിരിക്കും, എഫ് ഫ്രം ആർ ടു ആർ ഒരു പോളിനോമിയൽ ആയിരിക്കണം. കണ്ടോ, ഈ എഫ് ഓഫ് എക്സ് എഴുതുന്നത് എന്തായിരിക്കണം, എഫ് ഓഫ് എക്സ് ഒരു പോളിനോമിയൽ ആയിരിക്കണം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇങ്ങനെ എഴുതുന്നതാണ് എന്ത്, പോളിനോമിയൽ ഫംഗ്ഷൻ. ഈ ഫോമിലായിരിക്കണം. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ 3 ആണ്. ഈ എക്സാമ്പിൾ 3 നോക്കൂ. എക്സാമ്പിൾ 3ൽ എന്താണ്, ഡിഫൈൻ ദ ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x² എന്ന് തന്നിട്ടുണ്ട്. പിന്നെ എന്താ തന്നിട്ടുള്ളത്, കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ ബൈ യൂസിങ് ദിസ് ഡെഫിനിഷൻ. വാട്ട് ഈസ് ദ ഡൊമൈൻ ആൻഡ് റേഞ്ച്, പിന്നെന്താ, ഡ്രോ ദ ഗ്രാഫ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, എക്സ് തന്നിട്ടുണ്ട്. ഇനി y ഈക്വൽ ടു x² ഫില്ല് ചെയ്യണം. അപ്പോൾ y ഈക്വൽ ടു x² ഫില്ല് ചെയ്യുക എങ്ങനെയാണ്, y ഈക്വൽ ടു x² ഫില്ല് ചെയ്യാം നമുക്ക്. അപ്പോൾ -4ൻ്റെ സ്ക്വയർ എടുക്കണം. -4ൻ്റെ സ്ക്വയർ എന്താ, 16. അപ്പോൾ ഇത് ഫില്ല് ചെയ്തിട്ട് എന്ത് വരയ്ക്കണം, ഗ്രാഫ് വരയ്ക്കണം. y ഈക്വൽ ടു x², -4² 16. അടുത്തത് -3² എന്താണ്, 9. അടുത്തത് എന്താണ്, -2² 4. അടുത്തത് -1, -1ൻ്റെ സ്ക്വയർ 1. അടുത്തത് 0 0. നെക്സ്റ്റ് 1 1
2 സ്ക്വയർ 4, ദെൻ 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16. ഇങ്ങനെയാണല്ലോ വരിക. ഇങ്ങനെയാണ് എന്ത് വരിക? നമ്മൾ ഫില്ല് ചെയ്തതാണ്. നമ്മൾ ജസ്റ്റ് എക്സ് സ്ക്വയർ ചെയ്തു, എക്സ് കിട്ടി, എന്നിട്ട് എക്സ് സ്ക്വയർ എടുത്തു, ഇങ്ങനെ എടുത്തു. ഇതിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് വരിക? ഒന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ y ഈക്വൽ ടു എക്സ് സ്ക്വയർ നമുക്കറിയാം അല്ലേ? ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ ആണെങ്കിൽ ഗ്രാഫ് പാരബോള ആയിരിക്കും നമുക്കറിയാം. അപ്പോൾ പാരബോള ഫോമിലായിരിക്കും ഗ്രാഫ് എന്നുള്ള ആ ഒരു ഇത് നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഇനി അതേപോലെ ഒന്ന് ജസ്റ്റ് എത്തിച്ചാൽ മതി. അവിടേക്ക് എങ്ങനെ എത്തിക്കാൻ നോക്കാം. ഞാൻ ഗ്രാഫ് വരയ്ക്കുകയാണ്. ഗ്രാഫ് വരച്ചു. ഇവിടെ എൻ്റെ പോയിൻ്റ് 0 ആണ്. 1 2 3 -1 -2 -3. ഇവിടെ ഞാൻ ഇങ്ങനെ ഇവിടെ 1 2 3 4 വരെ വരച്ചു. ഇവിടെ അതേപോലെ -1 -2 -3 -4 വരച്ചു. ഇനി ഞാൻ ഇതൊക്കെ ഇവിടെ ചെയ്യാൻ പോവാം കേട്ടോ. ഇവിടെ ഞാനിങ്ങനെ മാപ്പ് ചെയ്യാൻ പോവാം. ഇവിടെ ഫസ്റ്റ് എന്താണ്? -4 ആണല്ലേ? -4 എന്നുള്ളത് 16 ആണ്. അപ്പോൾ ഇവിടെ -4 എടുക്കുകയാണെങ്കിൽ 16 എവിടെയായിരിക്കും? ഏകദേശം ഒരു ഇവിടെ ആയിരിക്കും വരിക. കുറേ മേലേക്കായിരിക്കുമല്ലോ 16. അടുത്തത് -3 എടുത്തു. -3 സ്ക്വയർ എന്തായിരുന്നു? 9 ആയിരുന്നു. -3 സ്ക്വയർ 9 ഒരു മേലേക്കായിരിക്കും. അടുത്തത് -4, അത് 4 ആണ്. -4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അല്ലേ? ഇങ്ങനെ ഇവിടെ ആയിരിക്കും 4. പിന്നെ എന്തായിരുന്നു? -1 സ്ക്വയർ 1. പിന്നെ അതേപോലെ 0. അതേപോലെ തന്നെ 1 സ്ക്വയർ 1, 2 സ്ക്വയർ എന്തായിരുന്നു? 2 സ്ക്വയർ 4 ആയിരുന്നു. പിന്നെ 3 സ്ക്വയർ എന്തായിരിക്കും? 9 ആയിരുന്നു. 4 സ്ക്വയർ എന്തായിരുന്നു? 16 ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ഗ്രാഫ് എങ്ങനെയാണ് വരയ്ക്കുക? ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് ഗ്രാഫ് വിൽ ബി ലൈക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് ആയിരിക്കും. ഓക്കെ, ഇതാണ് എന്തിൻ്റെ ഗ്രാഫ്? ഇത് നമ്മളെ f(x) = x² എന്നുള്ളതിൻ്റെ ഗ്രാഫാണ്. f(x) = x². ഇതേപോലെ ഓരോന്നിനും ഓരോ ടൈപ്പ് ഓഫ് ഗ്രാഫുകളായിരിക്കും. ഇത് x² + 1 ആണെങ്കിൽ എന്താവും? പിന്നെയും ഗ്രാഫ് മാറും. ഇതൊന്ന് ഒരു സംഭവം മേലേക്ക് കയറിയിട്ടായിരിക്കും. ഈ പാരബോള ഇങ്ങനെയായിരിക്കും. അതേപോലെ ഗ്രാഫ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഗ്രാഫ് ഒന്ന് നോക്കാം. ഇതാണ് നമ്മൾ ഗ്രാഫ് വരിക. ആൻഡ് ഇനി എക്സാമ്പിൾ 40. Draw the graph of the function f from R to R defined by f(x) = x³. x³ ഗ്രാഫ് എങ്ങനെയായിരിക്കും വരിക? x³ ഗ്രാഫ് എങ്ങനെയായിരിക്കും? നമ്മൾ പറഞ്ഞല്ലോ x³ ഗ്രാഫ് ഇതേപോലെ 3D ഫിഗർ ആയിരിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞു. കാരണം 3 കോർഡിനേറ്റ്സ് വരും x³ വരുമ്പോൾ. അപ്പോൾ ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ f from R to R f(x) = x³. അപ്പോൾ ഞാൻ ഇതിൻ്റെ ടേബിൾ വരയ്ക്കേണ്ടത്. ഗ്രാഫ് വരയ്ക്കുന്നതിന് മുന്നേ ഫസ്റ്റ് നമുക്ക് എന്ത് വേണം? ഫസ്റ്റ് നമുക്ക് ടേബിൾ വേണം. അപ്പോൾ ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. ഓക്കെ, ഗ്രാഫ് ഇങ്ങനെ വരും. ഇനി ഇതിൻ്റെ ടേബിൾ എങ്ങനെയാണ് വരയ്ക്കുക? ടേബിൾ നമ്മൾ സാധാരണ നമ്മൾ എക്സ് വരയ്ക്കുക, എക്സ് കൊടുക്കണം, പിന്നെ എന്ത് വേണം? എക്സും എഴുതണം, f(x) എഴുതണം. അപ്പോൾ എക്സിൽ ഞാൻ നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് കൊടുക്കാം കേട്ടോ. നമുക്ക് വേണ്ട വാല്യൂസിൻ്റെയൊക്കെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഇത് കണ്ടുപിടിക്കാൻ പറ്റും. എക്സിന് ഞാൻ -4 തൊട്ട് കൊടുക്കുകയാണ്. അപ്പോൾ -4, പിന്നെ എന്തൊക്കെ വേണം? -4 -3 -2 -1 0 1 2 ഇത്രയാണ് ഞാൻ കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ f(x) എന്തൊക്കെ വരും? f(x)ൽ -4 × -4 × -4 4 × 4 16 × 4 -64 വരും. പിന്നെ അതേപോലെ 3 × 3 × 3 അപ്പോൾ 27 മൈനസ് വരുമല്ലോ അല്ലേ? 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് വരും. നെക്സ്റ്റ് എന്താണ്? -2 -2ൻ്റെ -8. അടുത്തത് -1 എന്നുള്ളത് -1 ആയിരിക്കും. 0 1³ 2³ 8. ഇങ്ങനെയാണ് വരിക. സോറി 2³ 8 -8 ഇങ്ങനെയാണ് വരിക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ടേബിൾ കിട്ടി. ടേബിൾ കിട്ടിയിട്ട് ഇനി എന്ത് വരയ്ക്കണം? നമ്മൾ 3D അല്ല കേട്ടോ വരിക. കാരണം ഇത് 2 ഡയമെൻഷനല്ലേ ഉള്ളൂ. 3D വരില്ല. 3D ഇങ്ങനെയല്ല വരിക. 3D എന്ന് പറയുമ്പോൾ 3 ഡയമെൻഷൻ വരണം. അപ്പോൾ എക്സും വൈ സെഡും 3 കോർഡിനേറ്റ്സ് ഉണ്ടെങ്കിലാണ് അങ്ങനെ വരുള്ളൂ. ഇത് 3D ഗ്രാഫ് അല്ല. ഇത് പ്ലാനാർ ഗ്രാഫാണ്. എന്താണ്? 2 ഡയമെൻഷനേ ഉള്ളൂ. സോ എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ്സ് ആണ് ഉണ്ടാവുക. അതിൻ്റെ ഗ്രാഫ് ഇതാ ഇങ്ങനെയാണ് വരിക. 3D ഗ്രാഫ് നല്ല കേട്ടോ. ഇതെന്താണ്? ഇത് പ്ലാനാർ ഗ്രാഫ്. പ്ലാനാർ എന്ന് പറയുമ്പോൾ എന്താണ്? പ്ലെയിനിലുള്ള ഗ്രാഫാണ്. ഇതിന് 2 കോർഡിനേറ്റ്സ് മതി, 3 കോർഡിനേറ്റ്സ് വേണ്ട. മാറിപ്പോയതാ. സോ അപ്പോൾ ഇതെന്താണ്? ഇങ്ങനെയാണ് ഗ്രാഫ് വരിക. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഇതിങ്ങനെ മാർക്ക് ചെയ്താൽ മതി. 0ൽ 0 ആയിരുന്നു അല്ലേ? പിന്നെ അതേപോലെ നമുക്ക് എന്തായിരുന്നു? 1ൽ എന്തായിരുന്നു കിട്ടിയത്? 1³ 1 ആയിരുന്നു. ഒന്ന് ജസ്റ്റ് നോക്കാം നമുക്ക്. 1³ 1 ആയിരുന്നു. ഇവിടെ 0ൽ 0 ആണ്. 1ൽ എടുക്കുമ്പോൾ 1³ 1 ആയിരുന്നു. 2³ എന്തായിരുന്നു? 2³ 8 ആയിരുന്നു അല്ലേ? അത് ഇവിടെ ആയിരിക്കും. അങ്ങനെ പോകും. പിന്നെ അതേപോലെ -1³ -1 ആയിരുന്നു. -2³ എന്തായിരുന്നു? താഴേക്ക് -8 ആയിരുന്നു അല്ലേ? -8. അപ്പോൾ ഇങ്ങനെ താഴേക്ക് പോവും, ഇതിങ്ങനെ മേലേക്കും പോവും. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുക.
അപ്പോൾ ഇത് വൺസ് അഗൈൻ ഐ റിപ്പീറ്റ്, ഇതെന്താണ് നമ്മളെ 2 ഡയമെൻഷണൽ ഗ്രാഫാണ്, 3 ഡയമെൻഷൻ അല്ല. 3 ഡയമെൻഷൻ വരണമെങ്കിൽ എന്ത് വേണം? 3 കോർഡിനേറ്റ്സ് വേണം. 3 കോർഡിനേറ്റ്സ് ഉണ്ടെങ്കിലാണ് 3 ഡയമെൻഷൻ വരുള്ളൂ. ഇനി നെക്സ്റ്റ്, ഡിഫൈൻ ദ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എഫ് ഫ്രം r - 0 to r ഡിഫൈൻഡ് ബൈ ഇത് തന്നിട്ടുണ്ട്. ഇവിടെ ഇതെന്താ സംഭവം? ഇത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x ആണ് കേട്ടോ. ദിസ് ഇസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x ആണെന്ന് തന്നിട്ടുണ്ട്. എക്സ് ബിലോങ്സ് ടു r - 0. കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ യൂസിങ് ദ ഡെഫിനിഷൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം, എന്നിട്ട് ഗ്രാഫ് വരയ്ക്കണം. ഓക്കെ, വാട്ട് ഈസ് ദ ഡൊമെയിൻ ആൻഡ് റേഞ്ച് ഓഫ് ദിസ് ഫംഗ്ഷൻ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഗ്രാഫ് കംപ്ലീറ്റ് ചെയ്യാം. ഇതിൻ്റെ ഗ്രാഫ് കംപ്ലീറ്റ് ചെയ്താൽ എന്താ വരിക? -2 എന്ന് പറയുമ്പോൾ എക്സിന് ഞാൻ -2 കൊടുക്കുമ്പോൾ y ഈക്വൽ ടു 1/x ആയിരിക്കണം. അപ്പോൾ 1/-2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? -1/2 അല്ലേ? -1/2 ആണ്. അപ്പോൾ ഇവിടെ എനിക്ക് എന്ത് കിട്ടി? -1/2 എന്ന് കിട്ടി. നെക്സ്റ്റ് എന്താണ്? -1/5 ആണ്. അതെന്താണ്? -1/1.5. അടുത്തത് എന്തായിരുന്നു? 1/x എടുക്കണം. 1/x എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇത് -1. അടുത്തത് -1/0.5. നെക്സ്റ്റ് 1/x എടുത്താൽ പോരെ? 1/0.25. ഇതെന്തായിരിക്കും? 1/0.5. ഇത് 1 ആയിരിക്കും. 1.5 എന്ന് പറയുമ്പോൾ 1/1.5 ആൻഡ് 1/2. ഓക്കെ, ഇങ്ങനെയാണ് എന്തെഴുതുക? നമ്മൾ ആ ടേബിൾ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ എന്ത് വേണം? കംപ്ലീറ്റ് ദ ടേബിൾ, ദെൻ വാട്ട് ഈസ് ദ ഡൊമെയിൻ ആൻഡ് റേഞ്ച് ഓഫ് ദിസ് ഫംഗ്ഷൻ. അപ്പോൾ ഇതിൻ്റെ ഡൊമെയിനും റേഞ്ചും എന്താണ്? ഇവിടുത്തെ ഡൊമെയിൻ എന്തായിരുന്നു? r - 0യിൽ നിന്ന് rലേക്കാണ്. ഡൊമെയിൻ r - 0 അല്ലേ? അപ്പോൾ ഇവിടെ r - 0 ആണ് ഡൊമെയിൻ. ഡൊമെയിൻ എന്തായിരിക്കും? ഡൊമെയിൻ r - 0. പിന്നെ എക്സ് ബിലോങ്സ് ടു r - 0 ആണ് ഡൊമെയിൻ. ഇനി പിന്നെന്താണ്? റേഞ്ച്. റേഞ്ച് എന്തായിരിക്കും? റേഞ്ച് 1/x ആയിരുന്നു അല്ലേ? അപ്പോൾ റേഞ്ച് എങ്ങനെയാണ് വരിക? 0 വരില്ല. 0 കൊടുത്തു കഴിഞ്ഞാൽ ഇൻഫിനിറ്റി വരും. ഓക്കെ, അപ്പോൾ 1/0 ഇൻഫിനിറ്റി ആയിരിക്കുമല്ലോ. അപ്പോൾ ഇൻഫിനിറ്റി വരില്ല. അപ്പോൾ എന്ത് പറയാൻ പറ്റും? r എന്ന് പറയാൻ പറ്റും അല്ലേ? r - 0 വരുമോ? 0 വരണമെങ്കിൽ എന്ത് വേണം? 1/∞ വരണം. അപ്പോൾ r - 0 തന്നെ ആയിരിക്കും എന്ത്? നമ്മളെ റേഞ്ച്. 0 വരാൻ പാടില്ലല്ലോ. റേഞ്ചിൽ ഒരിക്കലും 0 വരില്ലല്ലോ. റേഞ്ചിൽ 0 വരണമെങ്കിൽ എങ്ങനെ വരണം? 1/1 എന്തോ ഒരു സംഭവം ഒരിക്കലും 0 ആവില്ല. 1/something ഷുഡ് ബി ഈക്വൽ ടു 0 എന്ന് പറയുകയാണെങ്കിൽ 1/x ഈക്വൽ ടു 0 എപ്പോഴേലും വരുമോ? അങ്ങനെയാണെങ്കിൽ എന്ത് വേണം? 1 ഈക്വൽ ടു 0 എന്നൊക്കെ പറയാൻ പറ്റണം അല്ലേ? അപ്പോൾ ഇതൊരിക്കലും നടക്കില്ല. സോ എന്ത് പറയാൻ പറ്റും? റേഞ്ച് r - 0 ആയിരിക്കും. ബാക്കി എല്ലാ റേഞ്ചിലും വരാമല്ലോ. ബാക്കി എല്ലാ റേഞ്ചിലും വരാം. ദെൻ നെക്സ്റ്റ്, നമുക്ക് മോഡുലസ് ഫംഗ്ഷൻ ആണുള്ളത്. അപ്പോൾ എന്താണ് മോഡുലസ് ഫംഗ്ഷൻ? മോഡുലസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? മോഡുലസ് എന്ന് കേട്ടിട്ടില്ലേ? നമ്മളിങ്ങനെ മോഡ് ഇടുമല്ലോ. ഇപ്പോൾ f(x) ഈക്വൽ ടു mod x എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതെന്താണ്? പണ്ടൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. പണ്ടല്ല, എപ്പോഴും കേട്ടിട്ടുണ്ടാവും. f(x) ഈക്വൽ ടു mod x. ഇങ്ങനെ. ഇതാണ് നമ്മളെ മോഡുലസ് ഫംഗ്ഷൻ. അപ്പോൾ ഈ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്പർ കിട്ടി, അതിൻ്റെ മോഡ് എടുക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് എഴുതും? അതിൻ്റെ പോസിറ്റീവ് വാല്യൂ എടുക്കും അല്ലേ? നമ്മൾ സാധാരണ ഒരു -3 കിട്ടുക. അപ്പോൾ അതിൻ്റെ മോഡുലസ് ഓഫ് -3 എന്തായിരുന്നു? +3 ആയിരുന്നു. 0 എടുക്കുകയാണ്, അതിൻ്റെ മോഡുലസ് എന്തായിരുന്നു? 0 ആണ്. ഒരു പോസിറ്റീവ് നമ്പർ എടുക്കുക, അതിൻ്റെ മോഡ് എന്താണ്? 3 ആണ്. അപ്പോൾ നമുക്ക് എന്ത് വരും? മോഡുലസ് വാല്യൂവിൽ എപ്പോഴും പോസിറ്റീവ് വാല്യൂസ് ആണ് കിട്ടുക. അപ്പോൾ എന്ത് എഴുതാൻ പറ്റും? f(x) ഈക്വൽ ടു f(x) ഈക്വൽ ടു -x if x less than 0 and x if x greater than or equal to 0. ഇതാണ് നമ്മളെ മോഡുലസ് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ. മോഡുലസ് ഫംഗ്ഷൻ ഇങ്ങനെയാണ് വരിക. ഇത് ശരിക്കും എന്താണ് ഇങ്ങനെ എഴുതാൻ കാരണം? ഇപ്പം ഞാൻ ഒരു x <0 എടുത്തു. x <0 ഒരു നമ്പർ ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. ഫോർ എക്സാമ്പിൾ ഞാനൊരു -2 കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, -2 കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ x ഈക്വൽ ടു -2 എടുക്കുമ്പോൾ f(x) എന്തായി? f(x) ഈക്വൽ ടു മോഡുലസ് ഓഫ് -2 വിച്ച് ഈസ് ഈക്വൽ ടു 2. അപ്പോൾ ഇത് എന്താണ് ശരിക്കും? ഇത് -x അല്ലേ? x എന്തായിരുന്നു? -2 ആയിരുന്നു. അപ്പോൾ -2ൻ്റെ കൂടെ ഒരു മൈനസ് ഇട്ടപ്പോഴാണ് എനിക്ക് എന്ത് കിട്ടിയത്? f(x) കിട്ടിയത്. അപ്പോൾ f(x) ഈക്വൽ ടു -2 എന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് ഞാനൊരു x ഈക്വൽ ടു
സീറോ എടുക്കുമ്പോൾ എന്താവും? സീറോ എടുക്കുമ്പോൾ സീറോ തന്നെയാവും, ഓക്കെ ആണ്. എക്സ് ഈക്വൽ ടു 2 എടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡുലസ് ഓഫ് 2. ദിസ് ഇസ് ഓൾസോ 2. അപ്പോൾ എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് തന്നെയല്ലേ? അതാണ് ഈ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഒരു നെഗറ്റീവ് നമ്പർ എടുക്കുമ്പോൾ അതിൻ്റെ മോഡുലസ് എടുക്കുമ്പോൾ നെഗറ്റീവ് ഓഫ് ദാറ്റ് നമ്പർ ആയിട്ടാണ് വരിക. അപ്പോൾ അത് മൈനസ് എക്സും അതേപോലെ ഇത് പ്ലസ് എക്സും ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മളെ മോഡുലസ് ഫംഗ്ഷൻ വരിക. മനസ്സിലായില്ലേ? ഇനി നെക്സ്റ്റ്, ഇതാണ് നമ്മളെ മോഡുലസ് ഫംഗ്ഷൻ്റെ ഗ്രാഫ്. ഓക്കെ, നമ്മൾ 0 എടുക്കുമ്പോൾ എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? 0 എടുക്കുമ്പോൾ 0 ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഞാൻ വേറൊരു പോയിന്റ് എടുത്തു. 1 എടുക്കുമ്പോഴെന്തായിരിക്കും? മോഡുലസ് ഓഫ് 1 1 ആണ്, മോഡുലസ് ഓഫ് 2 2 ആണ്. ഇനി -1 ആയിരിക്കുമ്പോൾ 1 ആയിരിക്കില്ലേ? അങ്ങനെയല്ലേ ചെയ്യുക? മോഡുലസ് എടുക്കുമ്പോൾ എന്താക്കണം? പോസിറ്റീവ് ആക്കണം. അടുത്തത് -2 എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും? +2 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് വരിക? മോഡുലസ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരിക. നെക്സ്റ്റ്, സിഗ്നം ഫംഗ്ഷൻ. സിഗ്നം ഫംഗ്ഷൻ അതെന്താ സംഭവം? കേട്ടിട്ടുണ്ടോ? എന്താണ് സിഗ്നം ഫംഗ്ഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ സിഗ്നം ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് പറയാൻ പോണേ. അപ്പോൾ ഈ സിഗ്നം ഫംഗ്ഷനിൽ ഡൊമെയിൻ എല്ലാം വരും, മൊത്തം ഹോൾ റിയൽ ലൈൻ വരും. പക്ഷേ റേഞ്ച് എന്തായിരിക്കും എന്നറിയോ? ഡൊമെയിൻ എന്തായിരിക്കും? ഡൊമെയിൻ ഞാൻ പറഞ്ഞു 6 ആയിരിക്കും. പിന്നെ റേഞ്ച് എന്തായിരിക്കും? റേഞ്ച് എന്നുള്ളത് ജസ്റ്റ് 3 നമ്പേഴ്സേ വരുള്ളൂ. റേഞ്ചിൽ ഒരു -1 0 1 ഇത്രയും മാത്രമേ റേഞ്ചിൽ വരുള്ളൂ. ഇതാണ് ഈ സിഗ്നം ഫംഗ്ഷൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ ഏതൊരു നമ്പർ കൊടുത്തു കഴിഞ്ഞാലും അതിൻ്റെ റേഞ്ചിൽ 0യും 1ഉം -1ഉം വരുള്ളൂ. ഫോർ എക്സാമ്പിൾ എന്നല്ല, സിഗ്നം ഫംഗ്ഷൻ്റെ ഗ്രാഫ് എപ്പോഴും ഇങ്ങനെ ആയിരിക്കും. അപ്പം ഞാൻ 0 എടുക്കാമെന്ന് വിചാരിക്കുക. 0ൽ ഫംഗ്ഷൻ ഇങ്ങനെ 1 എടുക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ 1ൽ എന്തായിരിക്കും? ഫംഗ്ഷൻ 1 ആയിരിക്കും, ഇവിടെ -1 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് പോവുക. മനസ്സിലായോ? 2 എടുക്കുമ്പോഴെന്തായിരിക്കും? 1 ആയിരിക്കും. ഇങ്ങനെയാണ് സിഗ്നം ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഉണ്ടാവുക. ഇതിൽ നോക്കൂ, ഇതിലൊരു പ്രത്യേകത ഉണ്ട്. ഇവിടെ ഈ 0ൽ താഴെ ഏത് വാല്യൂ എടുത്തു കഴിഞ്ഞാലും അതെന്തായിരിക്കും? -1 ആയിരിക്കും. 0ൽ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആയിരിക്കും. അതേപോലെ 0ൻ്റെ മേലേക്ക് ഏത് വാല്യൂ എടുത്തു കഴിഞ്ഞാലും ഫംഗ്ഷൻ്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ എഴുതാണ്. ഇവിടെ എന്തായിരിക്കും? ഇവിടെ 1ഉം ഇവിടെ -1ഉം അല്ലേ? അപ്പോൾ ഏത് നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാലും ഈ ഒരു ഇതേ വരുള്ളൂ. ഇങ്ങനെയാണ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരിക. ഗ്രാഫിൽ ഇവിടെ 1 2 3 എക്സെട്ര എടുത്തു. അങ്ങനെയാണെങ്കിൽ 1 അല്ലേ വരിക ഫുള്ള്. പിന്നെ അതേപോലെ 0 എടുക്കുകയാണെങ്കിൽ 0 വരും. ബാക്കി ഈ 0ൽ താഴെ ഏതെടുത്തു കഴിഞ്ഞാലും -1 വരും. അപ്പോൾ ഇതാണ് നമ്മളെ ഗ്രാഫ്. എന്തിൻ്റെ? സിഗ്നം ഫംഗ്ഷൻ്റെ ഗ്രാഫ്. 0ൻ്റെ മേലേക്ക് എല്ലാതും 1, 0ൻ്റെ താഴേക്ക് എല്ലാം -1. ഓക്കെ, സിമ്പിൾ ഗ്രാഫാണ്, വളരെ സിമ്പിൾ. നെക്സ്റ്റ്, ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ. ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ, ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ എന്നൊക്കെ കേൾക്കുമ്പോൾ എന്തോ വലിയ സംഭവമായി തോന്നുന്നില്ലേ? പക്ഷെ അങ്ങനെയൊന്നുമില്ല, സിമ്പിളാണ്. ഈ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷനെ നമ്മൾ സാധാരണ ഇങ്ങനെയാണ് കേട്ടോ ഡിനോട്ട് ചെയ്യുക. ഇതേപോലെ തന്നെ ലീസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷനും ഉണ്ട്. അപ്പോൾ ഒരെണ്ണം ഇങ്ങനെയും ഒരെണ്ണം നമ്മൾ ഇങ്ങനെയും അടുത്തത് ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഇതൊന്നും വേണ്ട, നിങ്ങൾക്ക് ഇപ്പോൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ മാത്രമാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ നമ്മൾ സാധാരണ ഇങ്ങനെ ഡിനോട്ട് ചെയ്യും. അതിനെ ഞാൻ ഒരു 0.5 എടുത്തു എന്ന് വിചാരിക്കും. അതേപോലെ തന്നെ ഞാനൊരു വേറൊരു ഇൻറ്റീജർ അല്ലാത്തൊരു നമ്പർ എടുത്തു. ഇതിനെ ഞാനൊരു 1.5 എടുത്തു എന്ന് വിചാരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാലേ ഈ 1.5 എടുക്കുന്നതിൻ്റെ സമയത്ത് ഇവിടുത്തെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ എന്തായിരിക്കും? 1 ആയിരിക്കും. മനസ്സിലായോ? ഈ 1.5ൽ താഴെ വരുന്ന ഏറ്റവും വലിയ ഇൻറ്റീജർ ഏതാണോ അതാണ് ഈ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷനിൽ വരിക. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ -1.5 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഈ -1.5ൻ്റെ മുന്നേ വരുന്ന നമ്പർ എന്താണ്? -1 ആണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? -1. ഇതിനേക്കാൾ താഴെയുള്ള ഇൻറ്റീജർ ഏതാണോ, നമുക്ക് ഏത് നമ്പർ കിട്ടിക്കഴിഞ്ഞാലും, ഇപ്പോൾ ഞാനൊരു -6.5 എടുത്തു. അപ്പോൾ ഇതിൻ്റെ മുന്നേ വരുന്ന ഇൻറ്റീജർ ഏതായിരുന്നു? ഇതിൻ്റെ മുന്നേ -6 കഴിഞ്ഞിട്ടാണ് -7. അപ്പോൾ ഇതെന്തായിരിക്കും? -6 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ വരിക. 0 ആണെങ്കിൽ എന്തായിരിക്കും? ഇനിയിപ്പോൾ ഞാനൊരു ഇൻറ്റീജറാണ് എടുക്കണമെന്ന് വിചാരിക്കുക. 0ൻ്റെ 0 ആയിരിക്കും. ഇനി ജസ്റ്റ് ഒരു ഇൻറ്റീജർ ആണെങ്കിൽ അവിടുത്തെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ എന്തായിരിക്കും? 7 ആയിരിക്കും. ഓക്കെ, 7 ആയിരിക്കും എന്നല്ല, ആ ഇൻറ്റീജർ ആയിരിക്കും. ഏതെങ്കിലും ഒരു ഇൻറ്റീജർ എടുത്തിട്ട് അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ എടുക്കുമ്പോൾ എന്ത് വരും? ആ ഇൻറ്റീജർ തന്നെ വരും. നെക്സ്റ്റ് എന്താണ്? ഇതാണ് അതിൻ്റെ ഗ്രാഫ്. ഓക്കെ, 0 തൊട്ട് 0ൽ 0 ആയിരിക്കും. പിന്നെ ഞാൻ ഈ 1 പോയിൻറ്റ് എവിടം വരെ തുടങ്ങി? ഞാനൊരു 1.5
1 വരെ എത്തി. 1-ൽ എത്തിക്കഴിഞ്ഞാൽ അതെന്താവും? 1 ആവും. 1-ൻ്റെ തൊട്ട് മുന്നേ വരെ അതെന്തായിരിക്കും? ഇതായിരിക്കും. 1-ൽ എത്തിക്കഴിഞ്ഞാൽ 1 ആയിരിക്കും. അതിന് നമ്മൾ ഇങ്ങനെ കേട്ടോ റെപ്രസെൻറ്റ് ചെയ്യുക. ഇവിടെ ഒരു ഡോട്ട്, പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു ഡോട്ട്. 2-ൽ എന്തായിരിക്കും? 2 ആയിരിക്കും. പിന്നെ അതേപോലെ 0-ൽ 0 ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും? ഇവിടെ ഇങ്ങനെ ആയിരിക്കും. ഇതെന്തിനറിയും ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോയിന്റ് 0-ൽ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്, അതേപോലെ 0-ൽ ഫംഗ്ഷൻ്റെ വാല്യൂ -1 അല്ലാന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. 1-ൽ ഫംഗ്ഷൻ്റെ വാല്യൂ 1 ആവുമല്ലോ. 1 വരെ എന്തായിരിക്കും? ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആയിരിക്കും. ഇപ്പോൾ 0.1 കൊടുക്കുകയാണ്, അപ്പോൾ എന്തായി? 0 ആയി. പിന്നെ അതേപോലെ ഞാനൊരു 0.5 കൊടുക്കുകയാണ്, അപ്പോൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ 0 ആണ്. അപ്പോൾ ഇവിടെ ഒരു 0.9999 വരെ, ആ ഒരു 1-ൻ്റെ തൊട്ട് മുന്നേ ഏത് വാല്യൂ ആണോ ഉള്ളത് ആ വാല്യൂ വരെ ഫംഗ്ഷൻ്റെ ഗ്രാഫ് എന്തായിരിക്കും? ഇങ്ങനെയായിരിക്കും. 1-ൽ മാത്രമാണ് 1 ആവുക. അപ്പോൾ ഇവിടെ ഞാൻ ഡാർക്കൻ ചെയ്തു. ഇവിടെ 1-ൽ ഇതല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഞാനൊരു വെറുതെ ഒരു റൗണ്ട് ഇട്ടത്, ഡാർക്കൻ ചെയ്യാത്ത റൗണ്ട് ഇട്ടത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഗ്രാഫ് വരിക. ഓക്കെ, അങ്ങനെയാണ് എന്ത്? ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ വരയ്ക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആൾജിബ്ര ഓഫ് റിയൽ ഫംഗ്ഷൻസ് ആണ്. ആൾജിബ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ പണ്ട് തൊട്ടേ പഠിച്ചിട്ടുണ്ടല്ലോ. ഇങ്ങനെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇതെല്ലാം പണ്ട് തൊട്ടേ നമുക്കറിയാം. സിമ്പിളായിട്ടുള്ള കുറച്ച് ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഫംഗ്ഷൻസിൽ ഇതൊക്കെ എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഫംഗ്ഷൻസ് തമ്മിൽ എങ്ങനെയൊക്കെ ഓപ്പറേറ്റ് ചെയ്യാം, അതാണ് ആൾജിബ്ര ഓഫ് റിയൽ ഫംഗ്ഷൻസിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൾജിബ്ര ഓഫ് 2 റിയൽ ഫംഗ്ഷൻസ്, അതിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഫസ്റ്റ് അഡീഷനാണ് വരുന്നത്. അഡീഷനിൽ എഫ് ഫ്രം എക്സ് ടു ആർ തന്നിട്ടുണ്ട്, ജി ഫ്രം എക്സ് ടു ആർ തന്നിട്ടുണ്ട്. അത് രണ്ടും എന്താണ്? 2 റിയൽ ഫംഗ്ഷൻസ് ആണ്. അവിടെ എക്സ് സബ്സെറ്റ് ഓഫ് ആർ ആണ് കേട്ടോ. എക്സ് എന്തായിരുന്നു? നമ്മളെ റിയൽ ഫംഗ്ഷൻസ് ആണ്. റിയൽ ഫംഗ്ഷൻസ് ആയിരിക്കുമ്പോൾ എന്താണ് നമ്മളെ പ്രോപ്പർട്ടി ഉള്ളത്? ഫസ്റ്റ് ഡൊമെയിനും അതേപോലെ നമ്മളെ കോഡൊമെയിനും എവിടെ വേണം? റിയൽ നമ്പേഴ്സിൽ വേണം. അല്ലെങ്കിൽ എന്തായിരിക്കണം? റിയൽ നമ്പേഴ്സിൻ്റെ സബ്സെറ്റ് ആയിരിക്കണം. അപ്പോൾ നോക്കാം, എക്സ് സബ്സെറ്റ് ഓഫ് ആർ ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് പ്ലസ് ജി ഓഫ് എക്സ് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? എഫ് പ്ലസ് ജി ഓഫ് എക്സിനെ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സിനെ ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് വൈസ് അഡീഷൻ ആണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എഫിലും എഫ് ഓഫ് എക്സും എഫ് പ്ലസ് ജി ഓഫ് എക്സിനെ നമുക്ക് എങ്ങനെ ചെയ്യാം? ആദ്യം എഫ് ഓഫ് എക്സ് കാണാം, പിന്നെ ജി ഓഫ് എക്സ് കാണാം, എന്നിട്ട് അത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. അങ്ങനെയാണ് എന്ത്? എഫ് പ്ലസ് ജി ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു എക്സ്. അങ്ങനെയാണ് വരിക. നെക്സ്റ്റ് സബ്ട്രാക്ഷൻ. അപ്പോൾ എങ്ങനെയായിരിക്കും? സിമ്പിളാണ് സബ്ട്രാക്ഷൻ. അതേപോലെ തന്നെ എഫ് മൈനസ് ജി ഓഫ് എക്സ് എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ആയിരിക്കും. സിമ്പിൾ, സെയിം ആണ്. ഫോർ എക്സ് ബിലോങ്സ് ടു എക്സ്. ഇങ്ങനെയാണ് എന്ത്? സബ്ട്രാക്ഷൻ വരിക. ഇനി മൾട്ടിപ്ലിക്കേഷൻ വിത്ത് എ സ്കെയിലാർ ആണ്. സ്കെയിലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? സ്കെയിലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ക്വാണ്ടിറ്റി, ഒരു എ എന്നുള്ള ഒരു ക്വാണ്ടിറ്റി. അപ്പോൾ നോക്കുകയാണ്, എ ബി എ സ്കെയിലാർ എന്നുള്ള ആ ഒരു സ്കെയിലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയബിൾ അല്ല, പക്ഷേ അതൊരു നമ്പറോ അങ്ങനെ എന്തെങ്കിലും പറയാം നമുക്ക് എ എന്നുള്ള. അപ്പോൾ എ ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്തായിരിക്കും? എ ഇൻറ്റു എ എഫ് ഓഫ് എക്സ് എന്തായിരിക്കും? എ ഇൻറ്റു എഫ് ഓഫ് എക്സ് ആയിരിക്കും. അങ്ങനെയാണ്. അപ്പോൾ ഈ സംഭവം കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? എഫ് ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനോട് നമ്മൾ എ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതാണ് എന്ത്? എ എഫ് ഓഫ് എക്സ്. അങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ വിത്ത് സ്കെയിലേഴ്സ്. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 റിയൽ ഫംഗ്ഷൻസ്. അപ്പോൾ അതേപോലെ റിയൽ ഫംഗ്ഷൻസിൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ എങ്ങനെയായിരിക്കും? എഫ് ജി ഓഫ് എക്സിനെ എങ്ങനെ എഴുതാൻ പറ്റും? എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സിനെ എഴുതാൻ പറ്റും അല്ലേ? ഇതാ, ദിസ് ഈസ് ഓൾസോ കോൾഡ് പോയിന്റ് വൈസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയാൻ പറ്റും. പോയിന്റ് വൈസ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ എന്താണ്? എഫ് ഇൻറ്റു ജി ഓഫ് എക്സ് ആണ് അല്ലേ? മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അതിന് ആദ്യം എഫ് ഓഫ് എക്സ് കാണുക, പിന്നെ ജി ഓഫ് എക്സ് കാണുക, പിന്നെ അത് മൾട്ടിപ്ലൈ ചെയ്യുക. സിമ്പിൾ അല്ലേ? നെക്സ്റ്റ് കോഷ്യൻ്റ് ഓഫ് 2 റിയൽ ഫംഗ്ഷൻസ്. അതെങ്ങനെയാണ് ചെയ്യുക? കോഷ്യൻ്റിൽ നോക്കൂ, ഇവിടെ എഫ് ബൈ ജി ഓഫ് എക്സ് ആണ്. അപ്പോൾ എഫ് ബൈ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം, പിന്നെ എന്ത് കണ്ടുപിടിക്കണം? ജി ഓഫ് എക്സ് കണ്ടുപിടിക്കണം, പിന്നെ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് കണ്ടുപിടിക്കണം. അപ്പോൾ അതെന്താണ്? എഫ് ജി ഈസ് എ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ബൈ എഫ് ബൈ ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ്. ഇത് എഫ് ജി അല്ല, എഫ് ബൈ ജി ആണ് കേട്ടോ. ദ കോഷ്യൻ്റ് ഓഫ് എഫ് ബൈ ജി ഇസ് ഡിനോട്ടഡ് ബൈ എഫ് ബൈ ജി ഈസ് എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ബൈ ഇങ്ങനെ. അപ്പോൾ എങ്ങനെയാണ്? എഫ് ഒരു റിയൽ ഫംഗ്ഷനാണ്. എക്സിൽ നിന്ന് ആറിലേക്ക്. എക്സ് എന്തായിരുന്നു? എക്സ് സബ്സെറ്റ് ഓഫ് ആർ ആയിരുന്നു കേട്ടോ. എക്സ് ഇസ് എ സബ്സെറ്റ് ഓഫ് ആർ ആണ്. ആൻഡ് ദ കോഷ്യൻ്റ് ഇസ് ഡിഫൈൻഡ് ലൈക്ക് ദിസ്. പിന്നെ ഒരു കാര്യം കൂടെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇത് ശ്രദ്ധിക്കണം. ജി ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 എന്ന്. അപ്പോൾ ഈ ജി ഓഫ് എക്സ് 0 ആയാൽ എന്താ പ്രശ്നം? നമുക്ക് 1/0 നോട്ട് ഡിഫൈൻഡ് ആണെന്നറിയാം അല്ലേ? അപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം ഡിവൈഡഡ് ബൈ 0 ഡിഫൈൻഡ് അല്ലല്ലോ. അപ്പോൾ ജി ഓഫ് എക്സ് എന്താവാൻ പാടില്ല? ജി ഓഫ് എക്സ് 0 ആവാൻ പാടില്ല. അപ്പോൾ ഇനി നെക്സ്റ്റ് എന്താ പഠിക്കാനുള്ളത്? നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ഇതാ
അടുത്തൊരു എക്സാമ്പിളാണ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ജി ഓഫ് എക്സ് ഈക്വൽ ടു 2x+1. രണ്ട് റിയൽ ഫംഗ്ഷൻസ് തന്നിട്ടുണ്ട്. പിന്നെ എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് എഫ് പ്ലസ് ജി കാണണം, എഫ് മൈനസ് ജി കാണണം, എഫ് ജി കാണണം, അതേപോലെ എഫ് ബൈ ജി കാണണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കണ്ടുപിടിക്കാനുള്ളത്. ഫസ്റ്റ് ഞാൻ എന്ത് കാണാൻ പോവാ? ഫസ്റ്റ് എഫ് പ്ലസ് ജി ഓഫ് എക്സ് കാണാൻ പോവാണ്. ഓക്കെ, എഫ് പ്ലസ് ജി ഓഫ് എക്സ്. വാട്ട് ഈസ് എഫ് പ്ലസ് ജി ഓഫ് എക്സ്? എഫ് പ്ലസ് ജി ഓഫ് എക്സ് എങ്ങനെയാണ് നമ്മൾ പഠിച്ചത്? എഫ് പ്ലസ് ജി ഓഫ് എക്സിന് നമുക്ക് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് എഴുതാമല്ലോ. എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് എഴുതാം അല്ലേ? സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ എഫ് പ്ലസ് ജി ഓഫ് എക്സിനെ എങ്ങനെ എഴുതാം? എഫ് ഓഫ് എക്സ് എന്ന് എന്തായിരുന്നു? എഫ് ഓഫ് എക്സ് എന്നുള്ളത് എക്സ് സ്ക്വയർ ആയിരുന്നു അല്ലേ? അതേപോലെ തന്നെ ജി ഓഫ് എക്സ് എന്താണ്? 2x+1. ഇത്രയേ ഉള്ളൂ. ഇതാണ് എന്ത്? എഫ് പ്ലസ് ജി ഓഫ് എക്സ്. ഇനി എന്താ നെക്സ്റ്റ് വൺ? നമുക്ക് എഫ് മൈനസ് ജി ഓഫ് എക്സ് കാണണം അല്ലേ? എഫ് മൈനസ് ജി ഓഫ് എക്സ്. എഫ് മൈനസ് ജി ഓഫ് എക്സിൽ എന്താ വരിക? എഫ് മൈനസ് ജി ഓഫ് എക്സ്. അതിൽ എഫ് ഓഫ് എക്സ് ഫസ്റ്റ് എഴുതണം. എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ ആണ്. ജി ഓഫ് എക്സ് എന്താണ്? 2x+1 ആണ്. അപ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയർ മൈനസ് 2x-1. ഇങ്ങനെയാണ് എന്ത് വരിക? എഫ് മൈനസ് ജി ഓഫ് എക്സ്. നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് എഫ് ജി ഓഫ് എക്സ് ആണ് അല്ലേ? എഫ് ജി ഓഫ് എക്സ് എങ്ങനെയായിരുന്നു നമ്മൾ കണ്ടുപിടിച്ചത്? എഫ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ആയിരുന്നു. എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്തായിരുന്നു? എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആൻഡ് ജി ഓഫ് എക്സ് വാസ് 2x+1. അപ്പോൾ ഇതെന്ത് വരും? എക്സ് സ്ക്വയർ ഇൻറ്റു 2x. അപ്പോൾ ഇതെന്ത് വരും? 2x³ പ്ലസ് എക്സ് സ്ക്വയർ. ഇതാണ് എന്ത്? എഫ് ജി ഓഫ് എക്സ്. പിന്നെ എന്താ കാണാനുള്ളത്? എഫ് ബൈ ജി ഓഫ് എക്സ്. അപ്പോൾ എഫ് ബൈ ജി ഓഫ് എക്സ് എങ്ങനെയായിരുന്നു കണ്ടുപിടിച്ചത്? എഫ് ബൈ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് ആയിരുന്നല്ലോ. ആൻഡ് ജി ഓഫ് എക്സ് ഷുഡ് നോട്ട് ബി ഈക്വൽ ടു 0 അല്ലേ? ജി ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ അവിടെ എഫ് ഓഫ് എക്സ് എന്തായിരുന്നു? എഫ് ഓഫ് എക്സ് വാസ് എക്സ് സ്ക്വയർ ആൻഡ് ജി ഓഫ് എക്സ് വാസ് 2x+1 അല്ലേ? 2x+1 കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടി? എഫ് ബൈ ജി ഓഫ് എക്സ് കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് സിമ്പിളായിട്ട് നമുക്ക് രണ്ട് പോളിനോമിയൽസ് ആയിരിക്കുമല്ലോ എഫും ജിയും തന്നിട്ടുണ്ടാവുക. അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുക, അഡീഷൻ ചെയ്യുക, സബ്ട്രാക്ഷൻ ചെയ്യുക, എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് ചെയ്ത് എഴുതി വയ്ക്കുക. സോ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് എഫ് ഓഫ് എക്സ് എന്നുള്ളത് എന്താണ്? റൂട്ട് എക്സ് തന്നിട്ടുണ്ട്. ജി ഓഫ് എക്സ് എന്ത് തന്നിട്ടുണ്ട്? എക്സ് തന്നിട്ടുണ്ട്. അത് രണ്ട് ഫങ്ഷൻസ് ആണ്. അവിടെ എവിടെയാണ് ഡിഫൈൻ ചെയ്യിക്കുന്നത്? നെഗറ്റീവ് റിയൽ നമ്പേഴ്സിലാണ് ഡിഫൈൻ ചെയ്യും. നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സിലാണ്. നോൺ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 വരും, 0ൻ്റെ മേലേക്കുള്ള പോസിറ്റീവ് നമ്പേഴ്സ് എല്ലാം വരും അല്ലേ? നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ഉണ്ടാവില്ല, 0യും പോസിറ്റീവ് നമ്പേഴ്സും എല്ലാം വരും. അപ്പോൾ നമുക്ക് എന്ത് കാണണം? എഫ് പ്ലസ് ജി ഓഫ് എക്സ് കാണണം, അതേപോലെ എഫ് മൈനസ് ജി ഓഫ് എക്സ് കാണണം, എഫ് ജി ഓഫ് എക്സ് കാണണം, എഫ് ബൈ ജി ഓഫ് എക്സ് കാണണം. ഓക്കെ, അപ്പോൾ ഞാൻ എഫ് പ്ലസ് ജി ഓഫ് എക്സ് കാണാൻ പോവാണേ. വാട്ട് ഈസ് എഫ് പ്ലസ് ജി ഓഫ് എക്സ്? എഫ് പ്ലസ് ജി ഓഫ് എക്സ് ഇങ്ങനെയാണ് കേട്ടോ ഡിനോട്ട് ചെയ്യുക. അതിന് എനിക്ക് എന്തെഴുതാൻ പറ്റും? എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റും. ആൻഡ് എഫ് എന്തായിരുന്നു? റൂട്ട് എക്സ് ആയിരുന്നു അല്ലേ? അപ്പോൾ അതെന്ത് വരും? റൂട്ട് എക്സ് പ്ലസ് അടുത്തത് ജി ഓഫ് എക്സ്. ജി ഓഫ് എക്സ് എന്തായിരുന്നു? എക്സ് ആണെന്ന് തന്നിട്ടുണ്ട്. എക്സ് സ്ക്വയർ അല്ല, എക്സ് ആണെന്നായിരുന്നു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സെറ്റ് ഓഫ് നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ്. അപ്പോൾ ഇത് തന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് വരിക, റൂട്ട് എക്സ് പ്ലസ് എക്സ് എന്നാണ് വരിക. അപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടില്ലേ, ഇത് എന്തുകൊണ്ടാണ് ഈ നോൺ നെഗറ്റീവ് തന്നിട്ടില്ലേ? റൂട്ട് വന്നതുകൊണ്ടാട്ടോ. കാരണം റൂട്ടിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് വരാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് അവർ അങ്ങനെ നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ് എന്ന് തന്നിട്ടുള്ളത്. റൂട്ടിനുള്ളിൽ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ കോംപ്ലക്സ് നമ്പേഴ്സ് ആവും. നമ്മൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ, പഠിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. പിന്നെ നെക്സ്റ്റ് പിന്നെന്താണ്? എഫ് മൈനസ് ജി ഓഫ് എക്സ്. എഫ് മൈനസ് ജി ഓഫ് എക്സ് എന്തായിരുന്നു? എഫ് മൈനസ് ജി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്തായിരുന്നു? എഫ് ഓഫ് എക്സ് എന്നുള്ളത് റൂട്ട് എക്സ് ആയിരുന്നു അല്ലേ? റൂട്ട് എക്സ് മൈനസ് ആൻഡ് ജി ഓഫ് എക്സ് വാസ് എക്സ്. അപ്പോൾ റൂട്ട് എക്സ് മൈനസ് എക്സ്. പിന്നെന്താ കാണണ്ടേ? എഫ് ജി ഓഫ് എക്സ്. അപ്പോൾ എഫ് ജി ഓഫ് എക്സ് വിൽ ബി എഫ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി. ഇങ്ങനെ എഴുതണം കേട്ടോ, സ്റ്റെപ്പ് എഴുതണം. കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ഇങ്ങനെ നമ്മൾ എഫ് ജി ഓഫ് എക്സ് എന്നുള്ളത് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ആണെന്ന് എഴുതണം. അപ്പോൾ എന്ത് വരും? റൂട്ട് എക്സ് ഇൻറ്റു എക്സ്, അല്ലെങ്കിൽ അതെന്താണ്? എക്സ് റൂട്ട് എക്സ് എന്ന് വരും. പിന്നെ എഫ് ബൈ ജി ഓഫ് എക്സ് അല്ലേ? ഇങ്ങനെയല്ലേ എഫ് ബൈ ജി ഓഫ് എക്സ്? അതെന്താ വരിക? എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് എന്ന് വരും. ആൻഡ് എഫ് ഓഫ് എക്സ് എന്തായിരുന്നു? എഫ് ഓഫ് എക്സ് വാസ് റൂട്ട് എക്സ് ആൻഡ് ജി ഓഫ് എക്സ് വാസ് എക്സ്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 1/√x എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഈ എക്സിന് എനിക്ക് റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് എന്ന് എഴുതാമല്ലോ. അപ്പോൾ എന്ത് ചെയ്യാം? ഒരു റൂട്ട് എക്സ് കട്ട് ചെയ്യാം. അപ്പോൾ 1/√x എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഇനി നമുക്ക് എക്സസൈസ് 2.3 ചെയ്യാം. ഇത് എക്സസൈസ് 2.3ലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എക്സസൈസ് 2.3 എന്താ തന്നിട്ടുള്ളത്?
ഇവിടെ നമുക്ക് കുറച്ച് റിലേഷൻസ് തന്നിട്ടുണ്ട്. അത് ഫങ്ഷൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. പിന്നെ എന്ത് ചെക്ക് ചെയ്യണം? അത് ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ ഡൊമെയിനും റേഞ്ചും കണ്ടുപിടിക്കണം. ഓക്കെ, അതിൻ്റെ ഡൊമെയിനും റേഞ്ചുമാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ 2 1 5 1 8 1 11 1 14 1 17 1 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഫംഗ്ഷൻ ആണോ? ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ എങ്ങനെയായിരുന്നു ചെക്ക് ചെയ്യുക? ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇതിന് ഒരു യുണീക്ക് ഇമേജ് വേണം അല്ലേ? ഇവിടെ ഒരു യുണീക്ക് ഇമേജ് വേണം. ഇവിടെ 2ന് ഒറ്റ ഇമേജേ ഉള്ളൂ. അതേപോലെ ബിക്ക് 5ന് എത്ര ഇമേജ് ഉണ്ട്? 5ന് സിംഗിൾ ഇമേജ് ഉള്ളൂ. ഇവിടെ വേറെ 5 റിപ്പീറ്റഡ് ആണോ? അല്ല, റിപ്പീറ്റഡ് അല്ല. നെക്സ്റ്റ് 8 ഉണ്ട്. 8 റിപ്പീറ്റഡ് ആണോ? 8 അല്ല. ഇതൊന്നും റിപ്പീറ്റഡ് അല്ല. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ആ റിപ്പീറ്റഡ് ആണോ നോക്കിയിട്ട് അത് ഫംഗ്ഷൻ ആണോ അല്ലേന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ദിസ് ഇസ് എ ഫംഗ്ഷൻ ബിക്കോസ് എന്താണ്, ഓരോ എലമെൻറ്റിനും ഈ ഡൊമെയിനിലുള്ള ഓരോ എലമെൻറ്റിനും ഒറ്റ ഇമേജേ ഉള്ളൂ. ഇനി അടുത്തത് 2 1 4 2 6 3 8 4 ഇതിലും എന്താണ്, ഇതിലും നമുക്ക് ഒറ്റ ഇമേജേ ഉള്ളൂ അല്ലേ? 2 4 6 8 10 12 14 എന്ന് പറഞ്ഞിട്ട് ഒറ്റ ഇമേജേ ഉള്ളൂ. അപ്പോൾ ഇതെന്തായി? ദിസ് ഈസ് ഓൾസോ ഫംഗ്ഷൻ. പിന്നെന്തായി? ഇത് 1 3 1 5 2 5. ഓക്കെ, ഇത് ഫംഗ്ഷൻ ആണോ? ഇവിടെ 1ന് നമുക്ക് 2 ഇമേജ് വന്നു അല്ലേ? 1ന് 2 ഇമേജ് വന്നു. അപ്പോൾ എന്തായി? ഫംഗ്ഷൻ അല്ല. ഓക്കെ, അപ്പോൾ ഒരെണ്ണം ഫംഗ്ഷൻ അല്ല എന്ന് കിട്ടി. കാരണം എന്താണ്? ഈ 1ന് 2 ഇമേജ് ഉണ്ട്. 1ന് 3 ഇമേജ് ഉണ്ട്, പിന്നെ അതേപോലെ 5 ഇമേജ് ഉണ്ട്. അപ്പോൾ പിന്നെ എന്താ കണ്ടുപിടിക്കേണ്ടത്? പിന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ ഡൊമെയിനും റേഞ്ചും കണ്ടുപിടിക്കണം. ഇപ്പോൾ നമുക്ക് ഫംഗ്ഷൻ ആണോ അല്ലേന്ന് കിട്ടിയല്ലോ. അപ്പോൾ ഇതിൻ്റെ ഡൊമെയിനും റേഞ്ചും കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് 1 2 1 എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 2 1 5 1 ഇത്. അപ്പോൾ ഇവിടെ ഡൊമെയിൻ എന്തായിരിക്കും? ഡൊമെയിനിൽ 2 5 8 11 14 17 അല്ലേ? 2 5 8 11 14 17 ആയിരിക്കും ഡൊമെയിൻ. അടുത്തത് എന്തായിരുന്നു? റേഞ്ച് കാണണം. റേഞ്ച് എന്താ? റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത്തെ സെറ്റ് ഓഫ് എലമെൻറ്റ്സ് അല്ലേ? അതെന്തായിരുന്നു? 1 മാത്രമല്ലേ ഉള്ളൂ. എല്ലാം റിലേറ്റഡ് ടു 1 ആണ്. അപ്പോൾ റേഞ്ചിൽ 1 മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് രണ്ടാമത്തത് ഫംഗ്ഷൻ ആണെങ്കിൽ മാത്രം ഡൊമെയിനും റേഞ്ചും കണ്ടുപിടിച്ചാൽ മതി. ഇപ്പോൾ രണ്ടാമത്തതും ഫംഗ്ഷൻ ആണ്. അപ്പോൾ അവിടെ ഡൊമെയിൻ എന്ത് വരും? വാട്ട് ഇസ് ദ ഡൊമെയിൻ? ഡൊമെയിൻ എന്ന് പറയുമ്പോൾ 2 4 6 8 10 12 14. 2 4 6 8 10 12 14. നെക്സ്റ്റ് ഇതിൻ്റെ റേഞ്ച് എന്തായിരിക്കും? റേഞ്ച്. വാട്ട് ഇസ് റേഞ്ച്? നമ്മൾ രണ്ടാമത്തെ എലമെൻറ്റ്സ് എന്താ നോക്കുക? 1 മാത്രമല്ലേ? അല്ല, 1 അല്ല. ഇവിടെ 1 2 3 4 5 6 7 അല്ലേ? 1 2 3 4 5 6 7 അതാണ് നമ്മൾ റേഞ്ച് വരിക. ഓക്കെ, 1 2 3 4 5 6 7. ഓക്കെ, സിമ്പിളായിട്ട് കിട്ടും. ഇതാണ് നമ്മൾ റേഞ്ച്. ഇനി നെക്സ്റ്റ് എന്താ? ഫൈൻഡ് ദ ഡൊമെയിൻ ആൻഡ് റേഞ്ച് ഓഫ് ദ ഫോളോയിങ് റിയൽ ഫംഗ്ഷൻസ്. ഇത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഇതെന്താണ്? ഇത് നമ്മളെ മോഡുലസ് ഫംഗ്ഷൻ ആയിരുന്നു അല്ലേ? ഇത് മോഡുലസ് ഫംഗ്ഷൻ ആണ്. ഇത് സ്ക്വയർ റൂട്ട് ആണ്. അപ്പോൾ ഇവിടെ ഡൊമെയിനും റേഞ്ചും എന്താ വരിക എന്ന് അതൊന്ന് ആലോചിക്കണം. എങ്ങനെയാണ് വരിക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് 1 നോക്കിക്കോളൂ. ഫസ്റ്റ് 1 എന്തായിരുന്നു? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് മോഡ് എക്സ് ആണ് വരിക അല്ലേ? അപ്പോൾ മൈനസ് മോഡ് എക്സ് എന്ന് പറയുമ്പോൾ എക്സിന് എന്ത് വേണേലും കൊടുത്തൂടെ? എക്സിന് എനിക്ക് എന്ത് വാല്യൂ വേണേലും കൊടുക്കാം. അപ്പോൾ എക്സിന് എനിക്ക് 6 ആയിട്ട് കൊടുക്കാം. എക്സിന് 6 ആയിട്ടെന്ന് പറയുമ്പോൾ എന്താണ്? ഡൊമെയിൻ 6 ആയിട്ട് കൊടുക്കാൻ പറ്റും. ഡൊമെയിൻ 6 കൊടുത്തു. ഡൊമെയിൻ 6. റേഞ്ച് എന്താണ്? റേഞ്ച് നോക്കൂ. ആദ്യം ഇതിനെ മോഡുലസ് എടുത്തു. അപ്പോൾ എന്തായി? അതെല്ലാം പോസിറ്റീവായി. ഓക്കെ, മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ പോസിറ്റീവും സീറോയും ആണല്ലോ. അപ്പോൾ നോൺ നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് ആയി. നോൺ നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് എന്നല്ല, നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സായി. അതിന് പിന്നെ ഞാനൊരു നെഗറ്റീവ് സൈനും കൂടെ ഇട്ടു. അപ്പോൾ എന്തായി? നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്തായി? നെഗറ്റീവ് റിയൽ നമ്പേഴ്സായി. ഇപ്പോൾ അതിന് ആ ഒരു നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോയും പോസിറ്റീവ് റിയൽ നമ്പേഴ്സും. അതിൻ്റെ കൂടെ ഞാനൊരു നെഗറ്റീവ് സൈൻ ഇട്ട് കഴിഞ്ഞാൽ എന്തായി? സീറോയും നെഗറ്റീവ് ഇൻറ്റീജേഴ്സും ആയി. അപ്പോൾ എന്ത് പറയാൻ പറ്റും? സീറോ അല്ലെങ്കിൽ സീറോ യൂണിയൻ നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ സീറോ ആൻഡ് നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് എന്ന് പറയാം. അതാണ് എന്ത്? നമ്മളെ നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് റേഞ്ച്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് 9 മൈനസ് എക്സ് സ്ക്വയർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തത് ഞാൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് 9 മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, ദിസ് ഇസ് മൈ ക്വസ്റ്റ്യൻ. ഇതിൽ ഡൊമെയിൻ എന്താണ് വരിക? ഡൊമെയിൻ എല്ലാം കൊടുക്കാൻ പറ്റുമോ? ഡൊമെയിൻ കൊടുക്കാൻ പറ്റും. ഡൊമെയിൻ നോക്കൂ. ഇതൊരു നല്ല രസമുള്ള ക്വസ്റ്റ്യൻ അല്ലേ? ഈ ഡൊമെയിനിലേ നമുക്ക് ഇപ്പം ഞാനൊരു ഡൊമെയിൻ ഒരു 8 കൊടുത്തു എന്ന് വിചാരിക്കാം. 8 കൊടുത്തു. അപ്പോൾ 8 കൊടുക്കുകയാണെങ്കിൽ 8 സ്ക്വയർ എന്താവും? 64 ആവും. അപ്പോൾ 9 മൈനസ് 64 എന്തായി? 9 മൈനസ് 64 എന്തായി? -55 ആയി. ഓക്കെ, അപ്പോൾ
റൂട്ട് ഓഫ് -55 നമുക്ക് അറിയില്ല, അത് ഡിഫൈൻഡ് അല്ലല്ലോ, അത് കോംപ്ലക്സിൽ പോകില്ല, അത് റിയൽ ആവില്ല, റിയൽ ഫംഗ്ഷൻ ആവില്ല. അപ്പോൾ എന്ത് പറയാൻ പറ്റും, ഇവിടെ ഈ എക്സ് സ്ക്വയർ എപ്പോഴും എന്തായിരിക്കണം, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എന്തായിരിക്കണം, എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 ആയിരിക്കണം. ആൻഡ് എക്സ് ബിലോങ്സ് ടു ആർ, ആൻഡ് എക്സ് ബിലോങ്സ് ടു ആർ, അങ്ങനെ ആയിരിക്കണ്ടേ. അങ്ങനെയാണെങ്കിൽ മാത്രമല്ലേ ഇത് നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഇത് 9 ആയ എന്ത് കിട്ടും, എക്സ് സ്ക്വയർ 9 ആണെന്ന് വിചാരിക്കൂ. അപ്പം 9 - 9 എന്ത് കിട്ടും, 0 കിട്ടും. റൂട്ട് 0 0, ഓക്കെ, പ്രശ്നമില്ല. അതേപോലെ ഈ എക്സ് സ്ക്വയർ 9 കുറവാവാനേ പാടുള്ളൂ, 9 കൂടിക്കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് ആവും. അപ്പോൾ ഡൊമെയിനിൽ എന്ത് മാത്രമേ പാടുള്ളൂ, എക്സ് സച്ച് ദാറ്റ് എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 ആൻഡ് എക്സ് ഷുഡ് ബിലോങ്സ് ടു ആർ. ഓക്കെ, നെക്സ്റ്റ് റേഞ്ച്. റേഞ്ച് എന്തായിരിക്കും വരിക, റേഞ്ച് നോക്കിക്കോളൂ. റേഞ്ച് ഇത് കാണുമ്പോൾ എന്താ റേഞ്ച് തോന്നുന്നേ, 0 തൊട്ട് 9 എക്സ് സ്ക്വയർ 0 തൊട്ട് 9 വരെയാണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ -9 തൊട്ട് -9 തൊട്ട് +9 വരെയാണ് എന്തുണ്ടാവുക, നമുക്ക് ഈ എക്സിൻ്റെ വാല്യൂ ഉണ്ട്, എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ ഉണ്ടാവുക. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എവിടെ തൊട്ട് എവിടം വരെ ആയിരിക്കും, എക്സിൻ്റെ വാല്യൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ ഈ -3 തൊട്ട് +3 വരെയല്ലേ റേഞ്ച് ഡൊമെയിൻ കൊടുക്കാൻ പാടുള്ളൂ. -3 തൊട്ട് +3 വരെ കൊടുത്താൽ മാത്രമല്ലേ, ഇപ്പോൾ ഈ ഒരു നമ്മൾ ഇൻ്റർവെല്ലിൽ പഠിച്ചല്ലോ, ഇപ്പോൾ ഈ -3 തൊട്ട് 3 വരെയുള്ള ഇത് മാത്രമേ ഇവിടെ കൊടുക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഏത് വേണമെങ്കിലും കൊടുക്കാം. -3യും 3 ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ -3,3 ഇങ്ങനെ വേണമെങ്കിൽ പറയാം അല്ലേ. ഇതാണ് നമ്മൾ എന്ത് ഡൊമെയിൻ പറഞ്ഞത്. അപ്പോൾ റേഞ്ച് എന്ത് വരും, -3 കൊടുക്കുമ്പോൾ 0 വരും അല്ലേ, 0 ആണ് വരിക. അപ്പോൾ 0 റേഞ്ചിലുള്ള സംഭവമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഞാൻ 0 കൊടുക്കുകയാണെങ്കിൽ എന്ത് വരും, 0 കൊടുക്കുകയാണ്. 0 കൊടുക്കുമ്പോൾ ഇതാ 0 വരും റേഞ്ചിൽ. പിന്നെ 3 കൊടുക്കുകയാണ്. 3 കൊടുക്കുമ്പോൾ എന്ത് വരും, 3 സ്ക്വയർ 9, അപ്പോഴും 0 ആണ് വരിക. പിന്നെ എന്താ വരാനുള്ളത്, ഇതിന് 0 കൊടുക്കുക. ഈ എക്സിന് 0 കൊടുക്കുകയാണെങ്കിൽ റൂട്ട് 9 3 വരും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 0 തൊട്ട് 3 വരെയല്ലേ ഇവിടെ റേഞ്ച് വരുള്ളൂ. എന്തായിരിക്കാം, 0യും ആവാം, 0 തൊട്ട് 3 വരെയുള്ള ഇൻ്റർവെൽ, അത്രയാണ് എന്ത് വരുള്ളൂ, റേഞ്ച് വരുള്ളൂ. അതിൽ കൂടുതൽ വരുമോ, ഈ എക്സ് 0 ആകുമ്പോഴല്ലേ ഇവിടെ മാക്സിമം റേഞ്ച് വരുന്നത്. ഓക്കെ, അപ്പോൾ 0 to 3 ആയിരിക്കും ഇവിടെ റേഞ്ച്. വേറെ ഏതെങ്കിലും വരുമോ, ഇപ്പം ഞാൻ റൂട്ട് 9 എടുക്കുമ്പോൾ 3 വരും മാക്സിമം. അതേപോലെ എക്സ് 0 ആകുമ്പോൾ, എക്സ് 9 ആകുമ്പോൾ എന്തായിരിക്കും, 0 ആയിരിക്കും. 9 - 9 0. അപ്പോൾ ഇതായിരിക്കും റേഞ്ച് വരാം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് തിങ്ക് ചെയ്തിട്ട് ചെയ്യണം. ഓക്കെ, സിമ്പിളാണ്, ഒന്ന് ആലോചിച്ച് ചെയ്താൽ മതി. ഓക്കെ, ഇനി എ ഫംഗ്ഷൻ എഫ് ഇസ് ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x - 5. അപ്പോൾ ഇനി ഇതിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കണം. സിമ്പിൾ അല്ലേ, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. എന്താണ്, 2x - 5 എന്നുള്ളതാണ് നമ്മളെ ഫംഗ്ഷൻ. അതിൽ ഫസ്റ്റ് വൺ എന്തായിരുന്നു, എഫ് ഓഫ് 0 ആയിരുന്നു. അപ്പോൾ വാട്ട് ഇസ് എഫ് ഓഫ് 0? എഫ് ഓഫ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സിന് നമ്മൾ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എന്തായിരിക്കും, 2 × 0 പ്ലസ് അല്ല -5 ആണ്. അപ്പോൾ -5 വരും. നെക്സ്റ്റ് രണ്ടാമത്തത് എന്താണ്, രണ്ടാമത്തത് എഫ് ഓഫ് 7. അപ്പോൾ വാട്ട് ഇസ് എഫ് ഓഫ് 7? എഫ് ഓഫ് 7 മീൻസ് യു ഷുഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ദർ 7. അപ്പോൾ 7 കൊടുക്കുമ്പോൾ 7 × 2, 7 × 2 14, 14 - 5, 14 - 5 ഇസ് 14 - 5 9. നെക്സ്റ്റ് എഫ് ഓഫ് 7 കൊടുക്കുക. 7 കൊടുത്താൽ എന്ത് വരും, സോറി ഇത് നമ്മൾ ചെയ്തതല്ലേ. ഇനി -3, എഫ് ഓഫ് -3 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, 2 × -3 -5. അപ്പോൾ എന്താ വരിക, 2 × -3, 2 × -3 is -6 -5. ദിസ് ഈസ് ഈക്വൽ ടു -11. ഓക്കെ, നെക്സ്റ്റ് 3 എണ്ണല്ലേ കാണാനല്ലേ. ഓക്കെ, 3 എണ്ണം നമ്മൾ ചെയ്തു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കാം. അടുത്ത നമ്മളെ എക്സസൈസിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അത് കഴിഞ്ഞു. ദ ഫംഗ്ഷൻ ടി വിച്ച് മാപ്സ് ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൽഷ്യസ് ഇൻറ്റു, ഇത് മറ്റേ ടെമ്പറേച്ചറിൻ്റെ, ഇത് നമ്മൾ പണ്ട് ഫിസിക്സിൽ പഠിച്ചില്ലേ, ഈ എന്താണ് ഫാരൻ ഹീറ്റിനെ മാറ്റി നമ്മൾ ഡിഗ്രി സെൽഷ്യസ് ആക്കും, അതേപോലെ സെൽഷ്യസിനെ മാറ്റി കെൽവിൻ ആക്കും, അങ്ങനെ കുറച്ച് ഫോർമുലാസ് പഠിച്ചിട്ടുണ്ടല്ലോ. അത് വെച്ചിട്ടാണ് ചെയ്യുന്ന പ്രോബ്ലം ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് സെൽഷ്യസിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് ഫാരൻ ഹീറ്റിലാക്കണം, അല്ലെങ്കിൽ ഫാരൻ ഹീറ്റിൽ തന്നത് സെൽഷ്യസ് ആക്കണം. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് എന്തായിരുന്നു, ഡിഗ്രി സെൽഷ്യസിൽ. ദ ഫംഗ്ഷൻ ടി, അത് ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് എവിടെ ഫാരൻ ഹീറ്റിലേക്ക് മാപ്പ് ചെയ്യുന്നതാണ് ഈ സംഭവം ടി ഓഫ് സി എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് കാണണം, ടി ഓഫ് 0 കാണണം, ടി ഓഫ് 28 കാണണം, ടി ഓഫ് -10 കാണണം.
അപ്പോൾ ഇതെങ്ങനെ ചെയ്യും അതിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫസ്റ്റ് വൺ ടി ഓഫ് സീറോ അല്ലേ. ടി ഓഫ് സീറോ എന്ന് പറയുമ്പോൾ 9 ഇൻറ്റു സിക്ക് പകരം എന്ത് കൊടുക്കണം? 0 കൊടുക്കണം. 9 ഇൻറ്റു 0/5 പ്ലസ് 32. ഓക്കെ, സോ ദിസ് ബിക്കംസ് 32. അടുത്തത് രണ്ടാമത്തത് എന്തായിരുന്നു? രണ്ടാമത്തത് ടി ഓഫ് 28. 28 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? 9 ഇൻറ്റു 28 ഡിവൈഡഡ് ബൈ 5 പ്ലസ് 32. ഇതെന്താ വരിക? 9 ഇൻറ്റു 28 252/5 പ്ലസ് 32 വരും അല്ലേ. 252/5 പ്ലസ് 32. ഓക്കെ, ഇത് കാൽക്കുലേറ്റ് ചെയ്യണം കേട്ടോ. കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ഫൈനൽ ആൻസർ എഴുതാൻ. നെക്സ്റ്റ് മൂന്നാമത്തെ അടുത്തത് എന്താണ്? ടി ഓഫ് -10. ടി ഓഫ് -10 എന്ന് പറയുമ്പോൾ -10 അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പം 9 ഇൻറ്റു -10 ഡിവൈഡഡ് ബൈ 5 പ്ലസ് 32. അപ്പോൾ ഇതെന്ത് വരും? 9 ഇൻറ്റു -2 പ്ലസ് 32. ദിസ് ഈസ് ഈക്വൽ ടു -18 പ്ലസ് 32. -18 പ്ലസ് 32 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 24 അല്ലേ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇതാണ് എന്ത് നമ്മളെ തേർഡ് ക്വസ്റ്റ്യൻ വരെ. ഇനി ദ വാല്യൂ ഓഫ് സി വെൻ ടി ഓഫ് സി ഈക്വൽ ടു 2 1 2. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുക? ഇവിടെ ടി ഓഫ് സി ഈക്വൽ ടു ആണ് തന്നത്. നമുക്ക് ടി ഓഫ് സി എന്താ? നമുക്ക് സാധാരണ ഫംഗ്ഷൻ്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത്. മറ്റേ രണ്ടാമത്തെ വാല്യൂ ഉണ്ടല്ലോ, അതാണ് തന്നിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? നമ്മൾ എന്താണോ ഡൊമെയിനിൽ കൊടുക്കാൻ ഉദ്ദേശിച്ച ആ സംഭവം കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എന്താ? ടി ഓഫ് സി ഈക്വൽ ടു 2 1 2. ഓക്കെ, 2 1 2 തന്നിട്ടുണ്ട്. 2 1 2 തന്നിട്ടുണ്ട്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? 2 1 2 ഈക്വൽ ടു എന്ത് കിട്ടും? 9c/5 പ്ലസ് 32. അപ്പോൾ ഇതിന് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. സോ ദിസ് ബിക്കംസ് 2 1 2 മൈനസ് 32 ഈക്വൽ ടു 9c/5. അപ്പോൾ 2 1 2 മൈനസ് 32. ഓക്കെ, ദിസ് ഇസ് 180 ഈക്വൽ ടു 9c/5. അല്ലെങ്കിൽ സി എന്തായിരിക്കും? 180 ഇൻറ്റു 5/9. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്തു. ഇത് 20. അപ്പോൾ സി ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 2 ഓക്കെ 100. ഓക്കെ, അപ്പോൾ എങ്ങനെ കിട്ടി? നമുക്ക് 100 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കുമ്പോൾ എത്ര ഫാരൻഹീറ്റ് ആണ്? 212 ഫാരൻഹീറ്റ് ആണെന്നുള്ളത് കിട്ടി. ഓക്കെ, സിമ്പിൾ. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതിലൊന്നുമില്ല. ഇവർ ജസ്റ്റ് ആ ഒരു ഫോർമുല തന്നേ ഉള്ളൂ. ആ ഫോർമുല ഏത് വേണേലും മാറ്റിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ മെത്തേഡ് ചെയ്യുക. ഓക്കെ, നമ്മൾ ചെയ്തല്ലോ. ഇനി ഫൈൻഡ് ദ റേഞ്ച് ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഫങ്ഷൻസ്. അപ്പോൾ ഇതിൻ്റെ എന്ത് ചെയ്യണം? നമുക്കിതിൻ്റെ ഫംഗ്ഷൻസിൻ്റെ റേഞ്ച് കാണണം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ f(x) ഈക്വൽ ടു 2 - 3x ആണെന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ എഴുതി. ഫസ്റ്റ് വൺ എന്തായിരുന്നു? f(x) ഈക്വൽ ടു 2 - 3x. പിന്നെ എന്ത് കാണണം? ഇതിൻ്റെ റേഞ്ച് കാണണം. ഫൈൻഡ് ദ റേഞ്ച് മാത്രം മതി കേട്ടോ, ഡൊമെയിൻ ഇല്ല. അപ്പോൾ റേഞ്ച് നോക്കാം. ഇതിൻ്റെ റേഞ്ച് എന്താ വരിക? ഇത് റിയൽ ഫങ്ഷൻസ് അല്ലേ. ഇതിൽ എന്ത് വേണേലും റേഞ്ച് വരാലോ. റേഞ്ചിൽ പ്രശ്നമില്ല. ഇപ്പോൾ റേഞ്ചിൽ 6 വരാലോ. കാരണം ഇവിടെ ഒരു ഡിവിഷൻ ഒന്നുമില്ല. ഡിവൈഡഡ് ബൈ സംതിങ് ഉണ്ടെങ്കിലാണ് നമ്മൾ എന്ത് ചെക്ക് ചെയ്യേണ്ടത്? ഡിവൈഡഡ് ബൈ 0 വരാൻ പാടില്ല. അതേപോലെ ഡിവൈഡഡ് ബൈ ഇൻഫിനിറ്റി അങ്ങനെയൊന്നും വരാൻ പാടില്ല. പക്ഷേ ബാക്കി എന്ത് കൊടുക്കാം? റിയൽ നമ്പേഴ്സ് കൊടുക്കാം. റേഞ്ച് വരും. ഇനി റേഞ്ച് ഡൊമെയിനും റേഞ്ചും R തന്നെയായിരിക്കും ഇവിടെ. ആൻഡ് x ഗ്രേറ്റർ ദാൻ 0. പക്ഷേ ഇവിടം വരെയാണെങ്കിൽ എല്ലാം വരും. പക്ഷെ ഒരു സംഭവം കൂടെ ഉണ്ട്. x ഗ്രേറ്റർ ദാൻ 0 എന്നുള്ളത് തന്നിട്ടുണ്ട്. അപ്പോൾ x ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എന്ത് വരാൻ പറ്റും? ഇവിടെ റേഞ്ചിൽ എന്തൊക്കെ വരാൻ പറ്റും അത് നോക്കണേ. x ഗ്രേറ്റർ ദാൻ 0. x 0 ആണെങ്കിൽ എന്താ വരിക? x 0 ആണെങ്കിൽ 2 വരും അല്ലേ. 2 വരും. പിന്നെ എന്ത് വരും? x ഞാനൊരു 0.1 കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഇതിന്ന് x ഗ്രേറ്റർ ദാൻ 0 അല്ല. അപ്പോൾ ഇതിന്ന് 2ൻ്റെ മേലേക്ക് ഇങ്ങനെ പോവുക ചെയ്യാം. ഓക്കെ, 2ൽ നിന്ന് ഞാൻ പിന്നെ ഇനി എന്ത് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാലും എന്താണ്? മേലേക്കല്ല, 2നേക്കാളും താഴേക്കാണ് വരിക.
മനസ്സിലായില്ലേ? ബിക്കോസ് എന്താ, ഇപ്പം ഫസ്റ്റ് നമുക്ക് എക്സിന് 0 ആണ് കൊടുക്കാനുള്ളത്, അത് ഞാൻ 0 കൊടുത്തു. 0 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 2 കിട്ടും. പിന്നെ കൊടുക്കാനുള്ള എന്താ, 0ൻ്റെ മേലേക്കുള്ള നമ്പേഴ്സ്, പോസിറ്റീവ് നമ്പേഴ്സാണ് വരിക. അപ്പോൾ നമ്മൾ 2ൽ നിന്ന് ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 2വിനേക്കാളും കുറയും. ഓക്കെ, അപ്പോൾ നമ്മൾ റേഞ്ച് ശരിക്കും എന്തായിരിക്കും, -∞, 2 ആയിരിക്കും. ഓക്കെ, -∞, 2 ഇതായിരിക്കും റേഞ്ച്. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാൻ പറ്റും, R - 2, ∞ എന്ന് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ എന്തെഴുതാൻ പറ്റും, ഇതിനെ അതാ ഇങ്ങനെയല്ല, -∞, 2 വരെ, ഇങ്ങനെയായിരിക്കും നമ്മൾ റേഞ്ച് എഴുതുക. റേഞ്ച് റിയൽ നമ്പേഴ്സ് ആകുമ്പോൾ നമുക്ക് ഇൻ്റർവെല്ലിൽ എഴുതാം കേട്ടോ. ഇൻ്റർവെൽ എഴുതിയിട്ട് ഇതാണ് ഇൻ്റർവെൽ -∞, 2 സിമ്പിളായിട്ട് നമുക്ക് എന്തെഴുതാൻ പറ്റും, റേഞ്ച് എഴുതാൻ പറ്റും ഇങ്ങനെ ഇൻ്റർവെല്ലിൽ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ എന്താണ്, f(x) = x² + 2, x is a റിയൽ നമ്പർ, അങ്ങനെയല്ലേ? ഓക്കെ, അപ്പോൾ രണ്ടാമത്തത് എഴുതാണ്. രണ്ടാമത്തെ ഞാൻ എഴുതി, f(x) = x² + 2. എക്സ് ഒരു റിയൽ നമ്പറാണ്, വേറെ കണ്ടീഷൻസ് ഒന്നും തന്നിട്ടില്ല, എക്സ് റിയൽ നമ്പർ ആണെന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ റേഞ്ച് എന്തായിരിക്കും, റേഞ്ച് എക്സ് 0 ആണെങ്കിൽ എന്തായിരിക്കും, എക്സ് 0 ആണെങ്കിൽ ഫംഗ്ഷൻ എന്തായിരിക്കും, എക്സ് 0 ആണെങ്കിൽ 2 ആയിരിക്കും അല്ലേ? പിന്നെ ഞാൻ എക്സിന് എന്ത് കൊടുത്തു കഴിഞ്ഞാലും, എക്സിൽ ഇപ്പോൾ 0ൻ്റെ മേലേക്ക് എന്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്ക്വയർ എടുക്കുമ്പോൾ പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. അപ്പോൾ 2ൻ്റെ മേലേക്കുള്ള നമ്പേഴ്സ് അല്ലേ വരിക. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഞാൻ നെഗറ്റീവ് നമ്പേഴ്സ് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു -2 കൊടുക്കുകയാണെങ്കിൽ -2 × -2 എന്തായി, 4 ആയി. അപ്പോൾ 4 + 2 6 ആയി. അപ്പോൾ 2ൻ്റെ മേലേക്കുള്ള നമ്പേഴ്സാണ് കിട്ടുക, മനസ്സിലായോ? ദിസ് ഇസ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് വരില്ല. അപ്പോൾ നമുക്ക് എന്തായി, റേഞ്ച് 2 തൊട്ട് ഇൻഫിനിറ്റി വരെ ആയി. ഓക്കെ, 2 തൊട്ട് ഇൻഫിനിറ്റി വരെ ആയി. ഇനി മൂന്നാമത്തത് എന്താണ്, f(x) = x, x is a റിയൽ നമ്പർ. അത് നമ്മൾ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ, x is a റിയൽ നമ്പർ. അപ്പോൾ നമ്മൾ റേഞ്ച് = R. ഏത് വേണേലും വരാമല്ലോ, റിയൽ നമ്പേഴ്സിൽ ഏത് വേണേലും വരാം, ഇവിടെ ഡിവിഷൻ ഒന്നും വന്നിട്ടില്ല. സോ വി ക്യാൻ സേ ദാറ്റ് f(x) = x-ൻ്റെ ഈ ഫംഗ്ഷൻ്റെ ഇതിൽ x ആണ് വരിക എന്നുള്ളത് മനസ്സിലായി. സോറി, റേഞ്ച് R ആണ് വരിക എന്നുള്ളത് മനസ്സിലായി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു ലീനിയർ ഫംഗ്ഷനെ പറ്റിയിട്ടാണ്. അപ്പോൾ എന്താണ് ലീനിയർ ഫംഗ്ഷൻ? ലീനിയർ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്ത് വേണം, ഈ സ്ക്വയർ ഒന്നും വരാൻ പാടില്ല. ഇപ്പോൾ നമ്മളെ ഫംഗ്ഷനിൽ ജസ്റ്റ് ഒരു വേരിയബിളിൻ്റെ കൂടെ അല്ലെങ്കിൽ ആ വേരിയബിൾ ഇൻറ്റു വേറെ വേരിയബിൾ അങ്ങനെയൊന്നും വരാൻ പാടില്ല. ഇപ്പോൾ ഇതൊരു ഫംഗ്ഷൻ നോക്കൂ, ഇവിടുത്തെ ഫംഗ്ഷൻ എന്താണ്, x+10 ആണ് അല്ലേ, x+10 ആണ്. അപ്പോൾ അതിൻ്റെ അവിടെ സ്ക്വയർ ഇല്ല, x² ഇല്ല, അല്ലെങ്കിൽ x³ ഇല്ല, അല്ലെങ്കിൽ xy എന്ന് വരാൻ പാടില്ല. അങ്ങനെയൊന്നും ഇല്ലാതെ ജസ്റ്റ് ഇതിനെ പവർ 1 ആയിട്ട് വരുമ്പോഴാണ് എന്താവുക, ഇത് ലീനിയർ ഫംഗ്ഷൻ ആവുക. ഓക്കെ, ദിസ് ഇസ് എ ലീനിയർ ഫംഗ്ഷൻ. അപ്പോൾ നമ്മളിവിടെ സാധാരണ ഒറ്റ വേരിയബിളിൻ്റെയാണ് പഠിക്കുന്നത്. അപ്പോൾ ആ ഒറ്റ വേരിയബിളിൽ അത് ലീനിയർ ആവണമെന്നുണ്ടെങ്കിൽ എന്തായാൽ മതി, ഈ എക്സിൻ്റെ പവർ 1 ആയാൽ മതി. സോ അതെന്തായി, അപ്പോൾ ഇതാണ് നമ്മളെ ലീനിയർ ഫംഗ്ഷൻ. ഓക്കെ, ദിസ് ഇസ് ആർ ലീനിയർ ഫംഗ്ഷൻ. ഇനി ലെറ്റ് R be the set of real numbers. R നമ്മളുടെ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണെന്ന് അറിയാം, അതെടുത്തു. ഇനി ഡിഫൈൻ ദ റിയൽ ഫംഗ്ഷൻ എഫ് ഫ്രം R to R. ഫംഗ്ഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കണേ, ഇത് ഞാൻ x⁻1 എന്നാണ് കേട്ടോ എഴുതിയിരിക്കണേ. അപ്പോൾ x+10 എന്നാണ് ഫംഗ്ഷൻ. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് നമുക്ക് വരയ്ക്കണം. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ ഫസ്റ്റ് ഗ്രാഫ് വരയ്ക്കുന്നതിന് മുന്നേ എന്താ ഫസ്റ്റ് ചെയ്യേണ്ടത്, ഫസ്റ്റ് നമ്മൾ ടേബിൾ വരയ്ക്കണം അല്ലേ, നമ്മൾ ഫംഗ്ഷൻ വാല്യൂസ് വരുന്ന ടേബിൾ വരയ്ക്കണം. അപ്പോൾ ഇതാണ് നമ്മളെ ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരാം. ഗ്രാഫ് വരയ്ക്കുന്നതിന് മുന്നേ നമുക്ക് ജസ്റ്റ് ടേബിൾ വരച്ചിട്ട് ഒന്ന് സ്കെച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ സ്കെച്ചിങ് എങ്ങനെയാണെന്നുള്ളത് പറയാം. അറിയാലോ എങ്ങനെയാണെന്നുള്ളത്, നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതല്ലേ. എക്സും f(x) കൊടുക്കുക. അപ്പോൾ എക്സിന് നമുക്ക് ഒരു 3 വാല്യൂസ് കൊടുക്കണം. എക്സിന് ഒരു 3 വാല്യൂ, എക്സിന് ഞാനൊരു -1 കൊടുത്തു, എക്സിനൊരു 0 കൊടുത്തു, എക്സിനൊരു 1 കൊടുത്തു. അപ്പോൾ എക്സിന് -1 കൊടുക്കുമ്പോൾ എന്ത് വരും, ഇത് 9 വരും അല്ലേ. -1 + 10 എന്നുള്ളത് 9 വരും. 0 കൊടുക്കുമ്പോൾ എന്തായി, 10 ആയി. 1 കൊടുക്കുമ്പോൾ 11 ആയി. സിമ്പിളായിട്ട് ഇങ്ങനെ കിട്ടി നമുക്ക്. -1 9 0 10 1 11 എന്നുള്ള ഗ്രാഫ് കിട്ടി. അപ്പോൾ ഇവിടെ ഞാനിങ്ങനെ വരയ്ക്കുക ഗ്രാഫ്. അപ്പോൾ എങ്ങനെയായിരുന്നു, -1 കൊടുക്കുമ്പോൾ 9 ആണ്. അപ്പോൾ ഞാൻ -1ൽ എന്ത് കിട്ടി, -1ൽ എനിക്കൊരു ഇത് 9 ആണെന്നുണ്ടെങ്കിൽ -1 9 ഇവിടെ ആയിരിക്കും. നെക്സ്റ്റ് 0 10, 0 കൊടുക്കുമ്പോൾ എന്ത് കിട്ടി, 0 കൊടുക്കുമ്പോൾ എനിക്ക് 10 കിട്ടി. അപ്പോൾ 10 കൊടുക്കുമ്പോൾ ഇത് ഇവിടെ ആയിരിക്കും 10. നെക്സ്റ്റ് പിന്നെന്താണ്, 1 കൊടുക്കുമ്പോൾ 11 കിട്ടി. അപ്പോൾ ഇവിടെ 1 കൊടുക്കുമ്പോൾ 11 കിട്ടി. അപ്പോൾ എനിക്ക് എൻ്റെ ഗ്രാഫ് ഇങ്ങനെ ആയിരിക്കും. അങ്ങനെയാണ് ഗ്രാഫ് വരയ്ക്കട്ടോ. ഇങ്ങനെ വരച്ചാൽ പോരാ, ജസ്റ്റ് നിങ്ങൾ ഗ്രാഫ് പേപ്പറിൽ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ കറക്റ്റ് ആപ്റ്റായിട്ട് കിട്ടും. സ്കെയിലൊക്കെ വെച്ചിട്ട് വരയ്ക്കണം. അല്ലെങ്കിൽ ഇത് ജസ്റ്റ് ഞാൻ മനസ്സിലാവാൻ വേണ്ടി വരച്ചത്, ഇതിവിടെ ഞാൻ സ്കെയിൽ എടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ഫോമിലായിരിക്കും എന്തുണ്ടാവുക, നമ്മളെ ഗ്രാഫ് ഉണ്ടാവുക. ഗ്രാഫ് വരയ്ക്കാൻ അറിയാലോ, ഗ്രാഫ് വരച്ച് നോക്കാം. കണ്ടോ, ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ ഗ്രാഫ് പോവുക.
അപ്പോൾ ഇതാണ് നമ്മളെ ലീനിയർ ഫംഗ്ഷൻ്റെ ഗ്രാഫ്. പിന്നെ എന്താ അവിടെ പറഞ്ഞിട്ടുള്ളത്? ആൻഡ് സ്കെച്ച് ദ ഗ്രാഫ് ഓഫ് ദിസ് ഫംഗ്ഷൻ. സോ യു ഹാവ് ടു ഡ്രോ ദ ഗ്രാഫ് ആൻഡ് നമ്മൾ ഗ്രാഫിക്കലി ഗ്രാഫ് പേപ്പറിൽ വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് ഗ്രാഫ് ഉണ്ടാവുക. മനസ്സിലായോ? നെക്സ്റ്റ് എക്സാമ്പിൾ 9. ഇതിൽ എ ബിലോങ്സ് ടു ആർ ഫോർ ഓൾ എ ബിലോങ്സ് ടു ക്യൂ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് എങ്ങനെ പ്രൂവ് ചെയ്യുക? പ്രൂവ് ചെയ്യാൻ പറയുമ്പോൾ ജസ്റ്റ് ഇവിടെ തന്നിട്ടുള്ള കണ്ടീഷൻ നോക്കുക. ഇവിടെ കണ്ടീഷൻ എന്താണ്? എ മൈനസ് ബി ബിലോങ്സ് ടു സെഡ്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് അത് എവിടെ ഉണ്ടാവുള്ളൂ? നമ്മളെ റിലേഷനിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ എടുത്ത് നോക്കുകയാണ്, എ എടുത്ത് നോക്കുകയാണ്. അപ്പോൾ എ മൈനസ് എ എന്താണ്? എ മൈനസ് എ ഈക്വൽ ടു 0 ആണ് അല്ലേ? ഏതൊരു എ എടുത്തു കഴിഞ്ഞാലും എ മൈനസ് എ ചെയ്യുമ്പോൾ എന്താവും? 0 ആവും. ആൻഡ് വി നോ ദാറ്റ് 0 ബിലോങ്സ് ടു സെഡ് അല്ലേ? 0 ഇൻറ്റീജേഴ്സിലുള്ളതാണ്. അപ്പോൾ എന്ത് പറയാൻ പറ്റും? 0 ബിലോങ്സ് ടു സെഡ് ആണെന്ന് പറയാൻ പറ്റും. പിന്നെ എന്താ ഷോ ചെയ്യേണ്ടത്? എ ബിലോങ്സ് ടു ആർ എന്നുള്ളതാണ് ഷോ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 0 ബിലോങ്സ് ടു സെഡ് ആയി. അപ്പോൾ 0 ബിലോങ്സ് ടു സെഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ ബി ബിലോങ്സ് ടു ആർ എന്ന് പറയാൻ പറ്റും. അപ്പോൾ എ ബിലോങ്സ് ടു ആർ സിൻസിനെ നമുക്ക് ശരിക്കും 3 ഡോട്ട് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. ഇങ്ങനെ സിൻസ് എന്നുള്ളത് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എ ബിലോങ്സ് ടു ആർ സിൻസ് എന്തുകൊണ്ട്? ഇതാ എ മൈനസ് എ ബിലോങ്സ് ടു സെഡ്. ഓക്കെ, ഇനി പിന്നെന്താ രണ്ടാമത് എന്താ ഷോ ചെയ്യേണ്ടത്? എ ബി ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് ദാറ്റ് ബി എ ബിലോങ്സ് ടു ആർ. ഓക്കെ, ഇതാണ് ഇനി കാണിക്കാനുള്ളത്. അത് തേർഡ് വൺ ആണ്. സെക്കൻഡ് വൺ കാണിക്കാം. സെക്കൻഡ് വൺ എന്തായിരുന്നു? എ ബി ബിലോങ്സ് ടു ആർ ആണ് നമുക്കറിയാം. ഓക്കെ, എ ബി ബിലോങ്സ് ടു ആർ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ഷോ ചെയ്യണം? ബി എ ബിലോങ്സ് ടു ആർ എന്ന് ഷോ ചെയ്യണം. അതെങ്ങനെ ഷോ ചെയ്യും? അപ്പോൾ എ മൈനസ് ബി ബിലോങ്സ് ടു ആർ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ മൈനസ് ബി ബിലോങ്സ് ടു സെഡ് ആണെന്ന് പറയാൻ പറ്റും അല്ലേ? എ മൈനസ് ബി ബിലോങ്സ് ടു സെഡ് ആണ്. അങ്ങനെയാണെങ്കിലല്ലേ അത് റിലേഷനിൽ ഉണ്ടാവുള്ളൂ, സെഡിലുണ്ട്. അപ്പോൾ എ മൈനസ് ബി ബിലോങ്സ് ടു സെഡ് ആണെങ്കിൽ ബി മൈനസ് എ ബിലോങ്സ് ടു സെഡ് ആയിരിക്കില്ലേ? എ മൈനസ് ബി ഒരു 3 ആണെന്നുണ്ടെങ്കിൽ ബി മൈനസ് എ -3 അല്ലേ ആവുക? അപ്പോൾ രണ്ടും ഇൻറ്റീജേഴ്സ് ആയിരിക്കുമല്ലോ. എ മൈനസ് ബി സെഡിലുണ്ടെങ്കിൽ ബി മൈനസ് എയും സെഡിലുണ്ടാവും. അപ്പോൾ അത് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ബി എ ബിലോങ്സ് ടു സെഡ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ബി എ ബിലോങ്സ് ടു സെഡ് എന്ന് കിട്ടിയില്ലേ? അങ്ങനെയാണ് അത് പ്രൂവ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമുക്ക് ഈ ഫസ്റ്റ് പ്രോപ്പർട്ടീനെ നമ്മൾ എന്ത് പറയുന്നറിയോ? ഇതിനെ നമ്മൾ റിഫ്ലെക്സീവ് പ്രോപ്പർട്ടി എന്ന് പറയും. എന്ന് പറയും. ഇതിനെ നമ്മൾ എന്ത് പറയും? സിമെട്രിക് പ്രോപ്പർട്ടി എന്ന് പറയും. ഇനി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോണത് എ ബി ബിലോങ്സ് ടു ആർ ആണെന്ന് അറിയാം. ഓക്കെ, എ ബി ബിലോങ്സ് ടു ആർ ആണ്. പിന്നെ എന്താ അറിയാം? ബി സി ബിലോങ്സ് ടു ആർ ആണെന്ന് അറിയാം. അപ്പോൾ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? വി ഹാവ് ടു പ്രൂവ് ദാറ്റ് എ സി ബിലോങ്സ് ടു ആർ. സി ബിലോങ്സ് ടു ആർ എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ എ ബി ബിലോങ്സ് ടു ആർ അല്ലേ? അപ്പോൾ എ ബി ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് എ മൈനസ് ബി ബിലോങ്സ് ടു സെഡ്. ഇനി ബി സി ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് ബി മൈനസ് സി ബിലോങ്സ് ടു സെഡ്. നെക്സ്റ്റ് ഇത് രണ്ടും കിട്ടി. അപ്പോൾ ഈ എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി എന്തായിരിക്കും? ഇത് രണ്ടും ഇൻറ്റീജേഴ്സ് ആണല്ലോ. എ മൈനസ് ബി ബിലോങ്സ് ടു സെഡ് ആണ്, അതേപോലെ ബി മൈനസ് സി ബിലോങ്സ് ടു സെഡ് ആണ്. അപ്പോൾ രണ്ട് ഇൻറ്റീജേഴ്സിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതും ഇൻറ്റീജർ ആയിരിക്കില്ലേ? അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് ഈ രണ്ട് ഇൻറ്റീജേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാലും ബിലോങ്സ് ടു സെഡ് എന്ന് കിട്ടും. അപ്പോൾ എന്ത് കിട്ടി? ഇതാ എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി ബിലോങ്സ് ടു സെഡ്. അല്ലെങ്കിൽ ഇതിന്ന് എന്ത് പറയാൻ പറ്റും? എ മൈനസ് സി ബിലോങ്സ് ടു സെഡ് എന്ന് പറയാൻ പറ്റും അല്ലേ? എ മൈനസ് സി ബിലോങ്സ് ടു സെഡ്. അപ്പോൾ നമുക്ക് പറയാം എ സി ബിലോങ്സ് ടു ആർ. ഓക്കെ, അതല്ലേ പ്രൂവ് ചെയ്യേണ്ടത്. ഇതിനെയാണ് എന്ത് പറയുക? ഈ പ്രോപ്പർട്ടീനെയാണ് എന്ത് പറയുക? ട്രാൻസിറ്റിവിറ്റി എന്ന് പറയാം കേട്ടോ. ദിസ് ഇസ് നോൺ ആസ് ട്രാൻസിറ്റിവിറ്റി. ഈ പ്രോപ്പർട്ടിക്കാണ് നമ്മൾ ട്രാൻസിറ്റിവിറ്റി എന്ന് പറയാം.
ഈ എക്സാമ്പിൾ നോക്കൂ, ഇതൊരു ലീനിയർ ഫംഗ്ഷൻ ആണ് അല്ലേ. ലീനിയർ ഫംഗ്ഷൻ നമ്മൾ പഠിച്ചു. ലീനിയർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ലീനിയർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സിംഗിൾ വേരിയബിളിലുള്ള ഫംഗ്ഷൻസ് ആണ് പഠിക്കുന്നത്. അപ്പോൾ ആ ഫംഗ്ഷൻ പോളിനോമിയൽ എഴുതുന്ന സമയത്ത് അതിൻ്റെ ഡിഗ്രി 1 ആയിരിക്കണം. ഡിഗ്രി എന്ന് ഉദ്ദേശിച്ചത് അതിൻ്റെ പവർ, മാക്സിമം വരുന്ന പവർ എന്തായിരിക്കണം? 1 ആയിരിക്കണം. അപ്പോൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ നേരത്തെ എന്ത് പഠിച്ചു? നമ്മൾ f(x) = x+10 പഠിച്ചില്ലേ? x+10 പഠിച്ചില്ലേ? അപ്പോൾ ഇവിടെ എക്സിൻ്റെ പവർ 1 ആയതുകൊണ്ടായിരുന്നില്ലേ അത് ലീനിയർ ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ ഈ ലീനിയർ ആയിട്ടുള്ള ഫംഗ്ഷൻ്റെ ഫോം ഇങ്ങനെയാണ് ഉണ്ടാവുക. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ ലീനിയർ ഫംഗ്ഷൻ്റെ ഫോം എന്തായിരിക്കും? y = mx+c എന്നായിരിക്കും. ഈ ഒരു ഫോമിലായിരിക്കും എന്തുണ്ടാവുക? നമ്മൾ ഫംഗ്ഷൻ ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. ഇത് നമ്മൾ ലീനിയർ ഫംഗ്ഷനാണ്. ഇനി എന്ത് ചെയ്യണം? ഫൈൻഡ് f(x). വി ഹാവ് ടു ഫൈൻഡ് f(x). f(x) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ y ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. നമുക്ക് f(x) = y ആണെന്ന് അറിയാം. അപ്പോൾ f(x) = y കണ്ടുപിടിക്കണം. പിന്നെന്താ, ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുമല്ലോ. എന്തെഴുതാൻ പറ്റും? ഇവിടെ f(x) y അല്ലേ. അപ്പോൾ f(1) എന്താണ്? f(1) നമുക്ക് 1 ആണെന്ന് അറിയാം അല്ലേ. f(1) = m × 1+c. അടുത്തത് എഴുതാം. അടുത്തത് ഞാൻ f(2) എഴുതി. f(2) എന്തായിരുന്നു? f(2) എന്നുള്ളത് 3 ആയിരുന്നു. അപ്പോൾ ഞാൻ എന്തെഴുതി? f(2) = what is f(2)? f(2) = 3. അപ്പോൾ m × 2 + c. അപ്പോൾ എനിക്ക് 2 ഇക്വേഷൻ കിട്ടിയില്ലേ. ഈ 2 ഇക്വേഷൻ എനിക്ക് എന്ത് കണ്ടുപിടിക്കാം? എമ്മും സിയും കണ്ടുപിടിക്കാം. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു? ഫസ്റ്റ് ഇക്വേഷൻ വാസ് 1 = m+c and my second equation was 3 = 2m+c. ഇതായിരുന്നു ഇക്വേഷൻ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എമ്മും സിയും കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് ഇക്വേഷൻ 1 ഈ ഇക്വേഷൻ 2 എന്ന് കൊടുത്തു. അപ്പോൾ ഞാൻ ഇക്വേഷൻ 1നെ ഞാനൊരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്ത് വരും? ഇക്വേഷൻ 1നെ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 2 = 2m + 2c എന്ന് വരും. ഓക്കെ, ഇതിനെ ഞാൻ എന്ത് വിളിച്ചു? ഇക്വേഷൻ നമ്പർ 3 എന്ന് വിളിച്ചു. ഇനി ഞാൻ 2 - 3 ചെയ്യാൻ പോവാണേ. ഇക്വേഷൻ 2 - 3. ഇക്വേഷൻ 2 - 3 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ഇക്വേഷൻ 2 എന്തായിരുന്നു? ഇതുമായിരുന്നു. ഇത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ ഇത് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 3 - 2 എന്നുള്ളത് 1 ആയിരിക്കും. പിന്നെ അതേപോലെ 2m - 2m എന്തായിരിക്കും? 0 ആയിരിക്കും. അതേപോലെ തന്നെ c - 2c. c - 2c എന്ന് പറയുമ്പോൾ -c ആയിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടി? c = -1 കിട്ടി. c = -1 കിട്ടി. ഇതേപോലെ ഇവിടെ എം കണ്ടുപിടിക്കാം. നമുക്കറിയാം എന്താണ്, നമുക്ക് ഇക്വേഷനിൽ തന്നിട്ടുണ്ട് അല്ലേ. ഇക്വേഷൻ തന്നിട്ടുണ്ട്. എന്താ തന്നിട്ടുള്ളത്? 1 = mx+c തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറയാൻ പറ്റും? 1 = mx+c. അപ്പോൾ ഇവിടെ സിക്ക് ഞാൻ -1 അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ mx ഇല്ല, y = m+c ആയിരുന്നു അല്ലേ. y = m+c ആയിരുന്നു. y = m+c ആയിരുന്നു. അപ്പോൾ y = m+c ആകുമ്പോൾ എന്ത് എഴുതാൻ പറ്റും? ഇതാ implies 1 = m. സിക്ക് പകരം ഞാൻ എന്ത് കൊടുത്തു? -1. ദിസ് implies m = 2. m = 2. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? സിയും കിട്ടി, എമ്മും കിട്ടി. അപ്പോൾ ഇനി ഈ എമ്മും സിയും എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ഈ ഒരു സംഭവത്തിൽ, ഈ ഒരു ഇക്വേഷനിൽ എമ്മും സിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എനിക്ക് എന്തായി? ആൻസറായി. അപ്പോൾ എൻ്റെ ആൻസർ എന്ത് കിട്ടി? ആൻസർ എന്താണ്? എന്തായിരിക്കും ആൻസർ? ആൻസർ പറഞ്ഞോളൂ. f(x) = mx എന്താണ്? 2x + c എന്തായിരുന്നു? -1 ആയിരുന്നു അല്ലേ. അപ്പോൾ -1 എന്ന് പറയുമ്പം 2x - 1 ഇതായിരിക്കും എന്ത്? എൻ്റെ f(x). ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുക. ഇതിപ്പോൾ മനസ്സിലായോ? ഇതെങ്ങനെയായിരുന്നു? നമ്മൾ ആദ്യം y = mx+c എന്ന് എഴുതി. ലീനിയർ ഫംഗ്ഷൻ്റെ ആ ഒരു ജനറൽ ഫോമാണത്. എന്നിട്ട് എന്ത് ചെയ്തു? എന്നിട്ട് ഞാൻ ഇതിന്ന് ഏതെങ്കിലും 2 എടുത്താൽ മതി. 2 എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. ഈ 4 ആവശ്യമില്ല. നമുക്ക് 2 ഇക്വേഷൻസും 2 വേരിയബിൾസും ആണെന്നുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാമല്ലോ അല്ലേ. യുണീക്ക് സൊല്യൂഷൻ കിട്ടും അല്ലേ. 2 ഇക്വേഷൻസും 2 വേരിയബിൾസും ആണെങ്കിൽ നമുക്ക് ആൻസർ കിട്ടും. സിമ്പിളായിട്ട് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഫൈൻഡ് ദ ഡൊമെയിൻ ഓഫ് ദ ഫംഗ്ഷൻ. ഇതിൻ്റെ ഡൊമെയിൻ കണ്ടുപിടിക്കാൻ പറയുമ്പോഴേ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇതിപ്പോൾ ഒരു f/g ഫോമിലല്ലേ. ഇത് നമ്മൾ മുകളിലൊരു പോളിനോമിയലുണ്ട്, താഴെ ഒരു പോളിനോമിയലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡൊമെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില വാല്യൂസിൽ എന്താവാൻ പാടും?
മീൻസ് ചില വാല്യൂസ് കൊടുക്കുമ്പോൾ ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആവില്ല. അപ്പോൾ എവിടെയാണ് അങ്ങനെ വരിക? ഈ ഡിനോമിനേറ്റർ 0 ആവാൻ പാടില്ല അല്ലേ? അപ്പോൾ ഇവിടെ ഇത് എന്ത് ഫോമല്ല, ഇത് f/g ഫോമാണ്. f/g ഓഫ് എക്സ് ഈക്വൽ ടു ആണ് കിടക്കുന്നത്. അപ്പോൾ അതെന്താണ്? x² + 3x + 5 ഡിവൈഡഡ് ബൈ x² - 5x + 4. അപ്പോൾ ഇവിടെ എന്താവാൻ പാടില്ല ശരിക്കും? നമുക്ക് ഈ g(x) ഇല്ലേ, ഈ താഴത്തെ ഫംഗ്ഷൻ ഇല്ലേ, താഴത്തെ ഫംഗ്ഷൻ എന്താവരുത്? 0 ആവരുത്. 0 ആയി കഴിഞ്ഞാൽ എന്താവും? 0 ആയി കഴിഞ്ഞാൽ നോട്ട് ഡിഫൈൻഡ് ആവും അല്ലേ? ഇത് 0 ആയി കഴിഞ്ഞാൽ ഇത് ആ ഒരു ഭാഗത്ത് ഡിഫൈൻഡ് അല്ലല്ലോ. അപ്പോൾ അവിടെ ഡൊമെയിനിൽ ഈ സംഭവം 0 ആവാൻ പാടില്ല. ഡൊമെയിൻ എടുക്കുമ്പോൾ ഈ ഫംഗ്ഷനിൽ ആ സംഭവം 0 ആവാൻ പാടില്ല. അപ്പോൾ അങ്ങനത്തെ ഡൊമെയിൻ വേണം ചൂസ് ചെയ്യാൻ. സോ g(x) നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ അവിടുത്തെ g(x) എന്തായിരുന്നു? x² - 5x + 4. അത് നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ x² - 5x + 4 എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? ഇത് നമ്മളെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണല്ലോ. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയതുകൊണ്ട് ഇതിനെനിക്ക് x² - 4x - x + 4 നോട്ട് ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് എക്സ് ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ x - 4 എന്ന് എടുക്കാൻ പറ്റും. ഇവിടെ ഞാൻ -1 ഔട്ട് സൈഡ് എടുത്താൽ x - 4 എടുക്കാൻ പറ്റും, നോട്ട് ഈക്വൽ ടു 0. അല്ലെങ്കിൽ എന്ത് പറയാൻ പറ്റും? x - 1 ഇൻറ്റു x - 4 നോട്ട് ഈക്വൽ ടു 0. അല്ലെങ്കിൽ x നോട്ട് ഈക്വൽ ടു 1,4. ഇങ്ങനെയാണ് വരിക. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഡൊമെയിനിൽ ഈ 1ഉം 2ഉം 1ഉം 4ഉം ആവാൻ പാടില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ ഡൊമെയിൻ എങ്ങനെ എഴുതാൻ പറ്റും? ഡൊമെയിൻ വിൽ ബി ഈക്വൽ ടു ഡൊമെയിൻ r - 1,4. അത്രയല്ലേ ഉള്ളൂ. അങ്ങനെയാണ് നമ്മുടെ ഡൊമെയിൻ വരിക. സിമ്പിളല്ലേ? സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെ ഡൊമെയിൻ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ഈ ഡിനോമിനേറ്ററിനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്തിട്ട് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? അത് 6ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യണം. സിമ്പിളാണ്. ഓക്കെ, നെക്സ്റ്റ് ദ ഫംഗ്ഷൻ ഇസ് ഡിഫൈൻഡ് ബൈ. ഈ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇനി ചെയ്യാനുള്ളത് എന്താണ്? ഗ്രാഫ് വരയ്ക്കുക എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഈ ഫംഗ്ഷനിൽ ഇപ്പോൾ 3 കണ്ടീഷനാണ് തന്നിട്ടുള്ളത്. അപ്പോൾ 3 കണ്ടീഷൻ തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അപ്പോൾ നമ്മൾ സാധാരണ ഒരു ഫംഗ്ഷൻ തരുമ്പോൾ അതിന് ഒറ്റ കണ്ടീഷൻ ഉണ്ടാവുള്ളൂ അല്ലേ? y ഈസ് ഈക്വൽ ടു f(x) എന്നോ, അല്ലെങ്കിൽ y ഈക്വൽ ടു f(x) എന്നല്ല, f(x) ഈക്വൽ ടു ഒരു 2x + 3 അല്ലെങ്കിൽ ഒരു 7x + 4 അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സാധാരണ 3 പോയിന്റ് എടുത്തിട്ട് നമ്മളിങ്ങനെ ജോയിൻ ചെയ്യും. പക്ഷേ ഇവിടെ എന്താണ്? ഇവിടെ നമുക്ക് 3 കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്ര പോയിന്റ്സ് എടുക്കണം? ഓരോ കണ്ടീഷൻസിനും നമ്മൾ അറ്റ്ലീസ്റ്റ് 2 പോയിന്റ്സ് വെച്ചിട്ട് എടുക്കണം. അങ്ങനെയാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുക. അപ്പോൾ ആ സമയത്ത് ഇവിടെ നോക്കൂ, ഇവിടെ ഞാൻ എക്സും എന്തൊക്കെ എടുക്കണം? എക്സും f(x) എടുക്കണം. അപ്പോൾ ഞാൻ എക്സിന് ഫസ്റ്റ് കണ്ടീഷന് ഞാൻ 2 പോയിന്റ് എടുക്കണം അല്ലേ? x <0 ആയിട്ടുള്ള 2 പോയിന്റ്സ് വേണം. അപ്പോൾ x <0 ആയിട്ട് ഞാനൊരു -1ഉം -2 എടുത്തു. അപ്പോൾ -1ഉം -2ഉം ചൂസ് ചെയ്തു. പിന്നെ എന്താ ഉള്ളത്? x ഈക്വൽ ടു 0 ആകുമ്പോൾ 1 ആണെന്ന് അറിയാം. അവിടെ ആകെ ഒറ്റ പോയിന്റ് ഉള്ളൂ. അപ്പോൾ അത് 0 ഉള്ളത് അങ്ങനെ തന്നെ എഴുതി. പിന്നെ 0-നേക്കാളും കൂടുതലാവുമ്പോൾ എന്താണ്? x + 1 ആണെന്ന് അറിയാം. അപ്പോൾ അവിടെ നമ്മൾ 2 പോയിന്റ്സ് എടുക്കണം. അപ്പോൾ അവിടെ 2 പോയിന്റ്സ് എന്ന് പറയുമ്പം എന്താണ്? 1ഉം 2 കൊടുത്തു ഞാൻ. ഓക്കെ, 1 2 ഏതെങ്കിലും 2 പോയിന്റ്സ് മതി കേട്ടോ, അങ്ങനെ ഇന്ന പോയിന്റ്സ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ -1 എടുത്തു. -1 ആകുമ്പോൾ 1 - x ആണ്. അപ്പോൾ 1 - x എന്ന് പറയുമ്പോൾ 1 - -1 അല്ലേ? അത് 2 ആണ്. അതേപോലെ -2 ആകുമ്പോൾ എന്താണ്? 1 - -2 ആണ്. 1 - -2 എന്താണ്? 1 - -2 അത് 3 ആണ്. അടുത്തത് 0 എടുത്തു. 0ൽ ഫംഗ്ഷൻ എന്തായിരുന്നു? ഫംഗ്ഷൻ്റെ വാല്യൂ 1 ആണെന്ന് അറിയാം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് 0ൽ ഫംഗ്ഷൻ്റെ വാല്യൂ 1 ആണെന്ന് അറിയാം. പിന്നെ നെക്സ്റ്റ് 1 ആകുമ്പോൾ എന്താണ്? ഫംഗ്ഷൻ 1 ആകുമ്പോൾ x > 0 ഇതിലാണ് വരിക. അപ്പോൾ 1 + 1 എന്നുള്ളത് 2 ആണ്. 2 ആകുമ്പോൾ എന്താണ്? 2 ആകുമ്പോൾ 2 + 1 എന്നുള്ളത് 3 ആണ്. ഇങ്ങനെയാണ് നമ്മളെ എന്ത് വരിക? നമ്മളെ ടേബിൾ വരിക. ഇനി നമുക്ക് ഗ്രാഫ് വരയ്ക്കാമല്ലോ. സിമ്പിളായിട്ട് ഇനി ഗ്രാഫ് വരയ്ക്കാം. അപ്പോൾ ഞാനിനി ഗ്രാഫ് വരയ്ക്കാൻ പോവാണേ. ഗ്രാഫിൽ എന്തൊക്കെ വേണം? ഗ്രാഫിൽ ഞാൻ ജസ്റ്റ് എനിക്ക് വേണ്ട പോയിൻറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്യാണ്. ഗ്രാഫിൽ ഞാൻ ഇവിടെ ഇത് നമ്മൾ 0 ആണ് കേട്ടോ. 0 0 എന്നുള്ള പോയിന്റ് ആയിരിക്കും. പിന്നെ ഇവിടെ എന്ത് വരും? ഇവിടെ 1 വരും, 2 വരും, പിന്നെ 3 വരും, 4 വരും. ഓക്കെ, ഇവിടെ -1 -1 -2 -3, ഇവിടെ 1 2 3. ഓക്കെ, ഇത്രയും വരച്ചു. ഇവിടെ 0 ആകുമ്പോൾ എന്തായിരുന്നു ഫംഗ്ഷൻ? ഇവിടെ നോക്കാം, -1 ആകുമ്പോൾ -2 ആണ് അല്ലേ? -1 ആകുമ്പോൾ
-1 ആകുമ്പോൾ -2 അല്ല +2 ആണ്. അപ്പോൾ അത് മാർക്ക് ചെയ്യാൻ പോവാണ്. -1 ആകുമ്പോൾ ഞാൻ +2 മാർക്ക് ചെയ്യാൻ പോവാണ്. -1 +2 ഇവിടെ ആയിരിക്കും വരിക അല്ലേ, -1 +2. നെക്സ്റ്റ് പോയിന്റ് എന്താണ്, -2 ആകുമ്പോൾ 3 ആണ്. അപ്പോൾ -2 ഇതാ -2 ആകുമ്പോൾ എന്താണ്, -2 ആകുമ്പോൾ 3 ആണ് പോയിന്റ് വരിക, -2 3. ഓക്കെ, അത് മാർക്ക് ചെയ്തു. പിന്നെ എന്താണ് 0ൽ 1 ആണ് അല്ലേ, അപ്പോൾ ആ പോയിന്റ് ഇവിടെ വരും. 1ൽ എന്തായിരുന്നു, 1ൽ നമ്മളെ ഫംഗ്ഷൻ്റെ വാല്യൂ 2 ആണ്, അതേപോലെ 2ൽ നമ്മളെ ഫംഗ്ഷൻ്റെ വാല്യൂ 3 ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുക. ഓക്കെ, ഇത്രയും പോയിന്റ്സ് മാർക്ക് ചെയ്തു. ഇനി എന്ത് വേണം, ഇനി നമ്മൾ ഗ്രാഫ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഗ്രാഫ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരയ്ക്കും, ഗ്രാഫ് നമ്മൾ ഇങ്ങനെ വരയ്ക്കും അല്ലേ, ഇങ്ങനെയല്ലേ ഗ്രാഫ് വരയ്ക്കുക. ഇതിങ്ങനെ മേലേക്ക് പോവും, ഇങ്ങനെ മേലേക്ക് പോവും. ഇങ്ങനെയാണ് നമ്മൾ ഗ്രാഫ് വരിക. ഓക്കെ, സിമ്പിളായിട്ടാണ് ഇങ്ങനെ ഗ്രാഫ് വരയ്ക്കുന്നതിന് മുന്നേ ആദ്യം എന്തൊക്കെ വേണം, ആദ്യം നമ്മൾ ടേബിൾ വരയ്ക്കണം. ടേബിൾ വരച്ചിട്ട് എന്ത് ചെയ്യണം, ഗ്രാഫ് ഇങ്ങനെ പ്ലോട്ട് ചെയ്യണം. പ്ലോട്ട് ചെയ്തിട്ട് പിന്നെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് ചെയ്യണം. ഓക്കെ, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് വരുന്നത് മിസ്സലേനിയസ് എക്സസൈസ് ആണ് കേട്ടോ. അപ്പോൾ മിസ്സലേനിയസ് എക്സസൈസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ.